നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരമധ്യേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ അടുത്ത മണിക്കൂറിൽ മരിക്കും. അയാൾക്ക് ഭൂമിയിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ആയുസ് കഴിഞ്ഞിരിക്കുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരിച്ചു പോകും. നബി തങ്ങൾക്ക് ആ വഹയി കിട്ടിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, നീ അടുത്ത സമയത്ത് മരിക്കും എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി തങ്ങൾ അതങ്ങ് പറഞ്ഞ ഉടനെ ആ സ്വഹാബി ഉടനെ തിരിച്ചു ചോദിച്ചു, നബിയെ, ഇനി എനിക്ക് ഭൂമിയിൽ ബാക്കിയുള്ള സമയത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഞാൻ എന്താണാവോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ ഓർത്തു നോക്കി, നമുക്കൊക്കെ ഇപ്പം നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ ബോധം കിട്ടുപോകും. പിന്നെ പല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്, ഊട്ടക്കരച്ചിലും ബാക്കിയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു ക്യാൻസർ രോഗിയോട് നമ്മൾ വിവരം പറയാറില്ല. ഓൻ അറിയിച്ചിട്ടില്ല എന്നാ പറയുന്നത്. എന്താ ഓൻ അറിയിച്ചാൽ വരാൻ പോണത്? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ന രോഗമുണ്ട് എന്ന് അയാൾ അറിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം നിയന്ത്രിക്കാം, അയാൾക്ക് ഉറക്കം നിയന്ത്രിക്കാം, അയാളെ ശരീരത്തെ അയാൾക്ക് നിയന്ത്രിക്കാം, അയാൾക്ക് മരുന്ന് കൃത്യമായിട്ട് കുടിക്കാം. അപ്പോൾ അയാൾ അറിയിക്കല്ലേ വേണ്ടത്. ഇനി അല്ല, രോഗം കുറച്ച് മൂർജിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അറിയിച്ചാൽ അയാൾക്ക് തൗബ ചെയ്യാം, അയാളെ ഹക്കടപാടുകളെ പറ്റി പറയാം. അങ്ങനെ പല ഗുണമുണ്ട്. നമ്മൾ പറയാതിരിക്കുക ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബി, അദ്ദേഹം അടുത്ത മണിക്കൂറിൽ മരിക്കാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു, നബിയെ, ഇനി ബാക്കിയുള്ള സമയത്ത് ഞാൻ എന്താണാവോ അള്ളാഹ് പൊരുത്തപ്പെടുന്ന അമൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയത് അൽ ഇൽമു, അള്ളാഹു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കലാണ്. അതുകൊണ്ട് നീ ഇൽമുമായി ബന്ധപ്പെട്ടോ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഇവിടെ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ട് ഇൽമു സമ്പാദിക്കുന്നവർ, ഹിഫ്ളാക്കിയിരിക്കുന്ന ഖുർആൻ മറക്കാതിരിക്കാൻ ആവർത്തിച്ച് ഓതിക്കൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുന്നവർ, അവർക്ക് ഓതി കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, ആ ഖുർആനും ഹദീസും തഫ്സീറും താരീഖും തുടങ്ങി അള്ളാഹുവിൻ്റെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടി അധ്വാനിച്ച് ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾക്കും മറ്റുമൊക്കെ ഉത്സാഹിക്കുന്നവർ, ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത്, ഇതൊക്കെ അള്ളാഹു ഏറ്റവും പൊരുത്തപ്പെട്ട, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭൂമിയിൽ ചെയ്യാവുന്ന സത്യവിശ്വാസിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയം നമ്മൾ ഈ സഭയിൽ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിരുന്നാൽ അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലം തരും. അല്ലാഹുവേ, ഇവിടെ കൂടിയ മുഴുവൻ ഉമ്മപങ്കന്മാർക്കും ഞങ്ങൾക്കെല്ലാം ഖൈറായതൊക്കെ നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട്, സഹോദരിമാർക്ക് ഇങ്ങനെ വല്ല മജ്ലിസും ഉണ്ടാകുമ്പോഴാണ് ഇൽമു പഠിക്കാൻ സാധിക്കുക. പുരുഷന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ലാസ്, ഇവിടെ വഅദ്, മറ്റോടത്ത് ജുമാക്ക് ശേഷം അങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടും. സ്ത്രീകൾക്ക് അപൂർവമായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് നമ്മുടെ ഉമ്മപങ്കന്മാരെ പരിഗണിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ പറയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണത്തിന് വേണ്ടി, നമുക്കൊരു മാതൃക ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഉമ്മപങ്കന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് ബീവി ആയിഷത്ത് റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൂടെ ഒരു സഞ്ചാരമാണ് അല്പസമയം ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, അവരേത് പ്രായക്കാരാണെങ്കിലും, ഒരു കുടുംബിനിയായ ഉമ്മ, ഒരു സഹോദരി, അവൾ മകളായാലും പെങ്ങളായാലും അനുജത്തിയായാലും ജ്യേഷ്ഠത്തിയായാലും ഭാര്യയായാലും ഉമ്മയായാലും വല്യമ്മയായാലും
ഇനി ഓള് നാത്തൂനായാലും ഇളച്ചിയായാലും മൂത്തച്ചിയായാലും അമ്മായിമ്മയായാലും ഒരു പെണ്ണ് എന്ന പദവിയിൽ ഒരു സഹോദരി നല്ല മനസ്സോടുകൂടെ അള്ളാഹുമായി നല്ല ബന്ധത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവർക്ക് വലിയ പദവി നൽകും. അള്ളാഹു അവർക്ക് ഉന്നതമായ പദവി നൽകും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 600-ലധികം സ്ഥലങ്ങൾ മനുഷ്യൻ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സൂറത്തിന് തന്നെ അള്ളാഹു പേര് വച്ചിരിക്കുന്നത് സൂറത്തുൻ നിസാ എന്നാണ്. ആ സൂറത്തിൽ പഠിപ്പിക്കുന്ന പാഠം ഒരു പെണ്ണ് ചെറിയ കുട്ടിയായി മകളാകുമ്പോൾ, അവൾ ഒരു ഭർത്താവിനൊന്നിച്ച് സഹധർമ്മിണിയാകുമ്പോൾ, അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകി ഉമ്മയാകുമ്പോൾ, അവൾ ഭർത്താവിന്റെ കൂടെയാകുമ്പോൾ, അവൾ വാപ്പ ഉമ്മ പോലത്തെ മഹറമീങ്ങളെ കൂടെയാകുമ്പോൾ, അവൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഹജ്ജ് പോലത്തെ ഒരു യാത്രക്ക് പോകേണ്ടി വരുമ്പോൾ, അവൾ ഒരു ഡോക്ടറുടെ സമീപത്തിൽ രോഗിയായി നിൽക്കുമ്പോൾ, ഈ അവസരങ്ങളിലെല്ലാം ഒരു പെണ്ണിന്റെ സ്വഭാവം, പെരുമാറ്റം, അച്ചടക്കം, ഹയാ എല്ലാം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു അധ്യായം സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പ്രത്യേകം പഠിപ്പിച്ചു. സൂറത്തുൻ നൂർ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലിമൂ നിസാഅക്കും സൂറത്തുൻ നൂർ. നിങ്ങളുടെ സ്ത്രീ വിഭാഗത്തിന് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്നാണ്. ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരം എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന ആ സൂറത്തുൻ നൂർ നിങ്ങൾ സ്ത്രീകൾക്ക് പഠിപ്പിക്കണേ. അപ്പൊ 2 സൂറത്തായി സ്ത്രീകളെ സംബന്ധിച്ച്. ഇനി മൂന്നാമത് ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരിൽ തന്നെ ഒരു അധ്യായം കാണാം. സൂറത്തു മറിയം റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ തന്നെ ഒരു അധ്യായം ഖുർആനിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സഹോദരിമാരെ, അള്ളാഹുവിന്റെ അടുക്കൽ ഉമ്മമാർ നന്നായി തീർന്നാൽ അവൾക്കുള്ള പദവി, അവർക്കുള്ള ബഹുമതി, അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആദരവ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിൻതലമുറയിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു പോന്ന മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒട്ടേറെ മൗലിദ് കിതാബുകളുണ്ട്. മൗലിദ് കിതാബുകളൊക്കെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, സിദ്ദീഖ് തങ്ങളുടെ മൗലിദ്, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മൗലിദ്, ബദരീങ്ങളുടെ മൗലിദ്, റിഫായി ശൈഖ് തങ്ങളുടെ മൗലിദ്. അങ്ങനെ ആ മൗലിദുകൾ ഇങ്ങനെ വരുമ്പോൾ അക്കൂട്ടത്തിൽ നഫീസത്ത് ബീബി റളിയല്ലാഹു അൻഹയുടെ മാല മൗലിദ്. ഓർത്തു നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ഞാൻ ഉണർത്തുന്നത്, ഒരു സഹോദരി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരാൻ തീരുമാനിച്ചാൽ പരിശുദ്ധ ഇസ്ലാം അതിനുള്ള ബാബ് തുറന്നിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അവൾക്ക് വേണ്ട അംഗീകാരം നൽകുന്നുണ്ട്. ഒരു പെൺകുട്ടി നന്നായി തീർന്നാൽ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയെടുക്കുന്നത് ഉമ്മമാരാണ്. ഉമ്മക്ക് ദീനുണ്ടായാൽ, ഉമ്മ അള്ളാഹുവിനെ ഭയപ്പെടുന്നതായാൽ 2 കുടുംബവും വേഗത്തിൽ നന്നായി തീരും. ഭാര്യയുടെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും. പുരുഷന്മാരെ അപേക്ഷിച്ചിടത്തോളം സ്ത്രീകൾക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്നത് വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ്. അവരുടെ എല്ലാ അതിശ്രേഷ്ഠമായ അമലുകൾക്കും അള്ളാഹു തആല പ്രതിഫലം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കണം, എന്നെങ്കിലേ അവന്റെ നിസ്കാരത്തിന് പരിപൂർണ പ്രതിഫലമുള്ളൂ. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തിന്റെ പ്രതിഫലം വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് സ്ത്രീകൾക്കുള്ള പ്രത്യേകത. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുവൈത്തിലോ ദുബായിലോ സിംഗപ്പൂരിലോ കാശ്മീരിലോ എവിടെ പോയെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട്
ഭാര്യയ്ക്ക് വേണ്ട ഭക്ഷണത്തിന് ആഹാരത്തിന് ആവശ്യമായതൊക്കെ സമ്പാദിച്ച് ഇങ്ങോട്ട് കൊടുക്കണം. ഒക്കെ നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി അധ്വാനിക്കണം. സ്ത്രീ വീട്ടിൽ ചന്തമായി ഇരുന്നാൽ മതി, സന്തോഷത്തോടു കൂടെ ഇരുന്നാൽ മതി. എങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടത്? അതിപ്പോ പാടിയത് യേശുദാസ് ആണെങ്കിലും പാട്ട് നല്ല പാട്ടാണ്. അതാ മൂപ്പര് പറഞ്ഞത്, പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. അല്ലാതെ നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കരിയും കൊടുക്കാൻ നമുക്ക് നോക്കിയാൽ മതിരായാൽ പറ്റില്ല. വീട്ടിലുള്ള സ്ത്രീകൾ എങ്ങനെയാവണം? ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ, ഒരു തബസ്സുമ്, ഒരു പുഞ്ചിരി. അള്ളാഹുവിന്റെ മുമ്പിലും ഭർത്താവിന് മുമ്പിലും വാപ്പക്ക് മുമ്പിലും അങ്ങനെ മക്കൾക്ക് മുമ്പിലും അള്ളാഹുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉമ്മമാരെ, ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന എല്ലാവരെയും അല്ലാഹു തആല ഉമ്മയുടെ വഴിക്കല്ലാതെ, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ അല്ലാതെ ഒരു പ്രധാനമന്ത്രിയും ലോകത്തുണ്ടായിട്ടില്ല, ഒരു രാജാവും ഉണ്ടായിട്ടില്ല, ഒരു പ്രജയും ഉണ്ടായിട്ടില്ല, ഒരു പണ്ഡിതനും ഉണ്ടായിട്ടില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടി ഇങ്ങനെ വളരുമ്പോൾ ഒരു 2 കിലോ 2.5 കിലോ 3 കിലോ ചിലപ്പോൾ 3.5 കിലോ വരെയൊക്കെ ഉണ്ടാകും കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആ കുട്ടിയെ ചുമന്നുകൊണ്ട് ആ ഉമ്മ ഒരു വിഷമവും ആരോടും പ്രകടിപ്പിക്കാതെ, ഒരു പ്രയാസവും ആരോടും കാണിക്കാതെ അവളെ ഗർഭാശയത്തിൽ ആ കുട്ടിയെ എങ്ങനെ പോറ്റുന്നത് കണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 2.5-3 കിലോ ഉള്ള ഒരു സാധനം തലയിൽ വെച്ച് തന്നിട്ട് ഒരു ദിവസം 24 മണിക്കൂർ ഇത് തലയിൽ തന്നെ വെക്കണം എന്നാണ് ഞങ്ങളെ കൊണ്ട് കഴിയും? നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും കഴിയും? ഒരു 3 കിലോ ഉള്ള ഒരു സാധനം തന്നിട്ട് ഇത് തലയിൽ തന്നെ വെച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ കഴിയോ? കയ്യപ്പ് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആ ഉമ്മ 10 മാസം ഇങ്ങനെ പോറ്റുമ്പോൾ കടത്തത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും എല്ലാറ്റിലും, അല്ലേ, 2-2.5-3 കിലോ ഉള്ള ആ കുട്ടിയെ ചുമന്നുകൊണ്ട് ആ ഉമ്മ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയാലോ? പക്ഷെ ആ ഉമ്മയുടെ മനസ്സിന് യാതൊരു വേവലാതിയുമില്ല, വിഷമമില്ല. അവിടെ എൻ്റെ ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ, സമൂഹത്തിൽ വരാനിരിക്കുന്ന ജനിക്കാനിരിക്കുന്ന ജനിച്ചു വീണ കുഞ്ഞ് അടുത്ത ഭാവിയിലേക്ക് ഈ രാജ്യത്ത് ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കേണ്ടവരാണ്. ഇൽമിയായി, ദീനിയായി, ആത്മീയമായി, ഭരണപരമായി പല രംഗത്തും ഈ കാണുന്ന എല്ലാവരും ഉമ്മയുടെ ഗർഭാശയത്തിൽ പിറന്നു വീണവരാണ്. ഉമ്മമാർക്ക് ദീനുണ്ടായാൽ, സഹോദരിമാർക്ക് ദീനുണ്ടായാൽ സമൂഹത്തിന്റെ അടിത്തറ ഏറ്റവും ഭദ്രമായി നിൽക്കും. സമൂഹത്തിന്റെ അടിത്തറ ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കും. ഉമ്മമാർ ഗർഭകാലത്ത് നല്ല പോലെ ശ്രദ്ധിക്കണം. ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ നല്ല പോഷകാഹാരം കൊടുക്കണം വീട്ടുകാർ പെൺകുട്ടികൾക്ക്. ഗർഭകാലത്ത് പ്രത്യേകിച്ചും കൊടുക്കണം. 1. രണ്ടാമത്തത്, ഗർഭിണിയായ ഒരു പെണ്ണിന്റെ മനസ്സ് ക്ഷീണിക്കുന്ന തരത്തിൽ അവളോട് സംസാരം കൊണ്ടും മറ്റും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇപ്പൊരൽപ്പം സാമ്പത്തിക ക്ഷീണമുള്ള സമയമാണ്. നമ്മളെ ഭാര്യ പ്രസവപ്പെടാൻ അടുത്തത്. അപ്പൊ കഴിവില്ലാത്ത ഭർത്താവ് ഇപ്പോൾ ഓളെടുത്ത് ഇങ്ങനെ പോയിരുന്നിട്ട് അല്ലെങ്കിൽ തന്നെ 5 കാശുമില്ല, 10 പൈസന്റെ ഗതിയില്ല, ഒരു പൈസ എവിടുന്ന് കിട്ടാനുമില്ല, ഒരു കച്ചവടം തൊട്ട് നടക്കണമില്ല. അപ്പോഴാപ്പ എൻ്റെ പ്രസവം. ഇങ്ങനത്തെ ഒരു കുടുക്ക് കുടുങ്ങാനില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് എത്ര നീറിപ്പോയുന്നുണ്ട്, എത്ര വേദനിക്കുന്നുണ്ട്, എത്ര വിഷമിക്കുന്നുണ്ട്. തീർച്ചയായും ഗർഭിണിയായ പെണ്ണിനോട് അങ്ങനെ സംസാരിക്കാനേ പാടില്ല. എന്തുകൊണ്ട്? ഗർഭിണിയുടെ മനസ്സിന്റെ വേദന, ദുഃഖം, സംഘർഷം അത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പിന്നീട് അത് ബാധിക്കും എന്ന് പറയാത്ത മനഃശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഇല്ല. എല്ലാ ശാസ്ത്രവും പഠിപ്പിക്കുന്നുണ്ട്. ഗർഭകാലത്ത് അവരോട് നല്ല വാക്കുകൾ സംസാരിക്കണം, നല്ല രൂപത്തിൽ അവരോട് ഇടപഴകണം. പോഷകാഹാരങ്ങൾ കൊടുക്കുന്നതോടൊപ്പം മനസ്സിന് നല്ല സമാധാനം കൊടുക്കണം. ഗർഭിണികളുടെ ശരീരം എപ്പോഴും വൃത്തിയായിരിക്കണം.
അധികം കുറെ നാറ്റങ്ങളും മീൻ നാറിയിട്ടും മറ്റത് നാറിയിട്ടും അങ്ങനെ പല സൈസ് നാറ്റങ്ങളും ഗർഭിണിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ല. വല്ല മീൻ നന്നാക്കാനും മറ്റുമൊക്കെ ഉണ്ടായാൽ തന്നെ വേഗം കൈ കഴുകി ഡ്രസ്സ് വൃത്തിയാക്കി. ഗർഭിണിയുടെ ശരീരം എപ്പോഴും നല്ല ശുദ്ധിയായിരിക്കണം. ശരീരം ശുദ്ധിയാകുന്നതിനേക്കാൾ ഗർഭിണിയുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഗർഭിണിക്ക് ആരോടും പക വേണ്ട, ഗർഭിണിക്ക് ആരോടും വിദ്വേഷം വേണ്ട, ഗർഭിണിയായ പെണ്ണ് ആരോടും വിഷമിക്കണ്ട, ഗർഭിണി പലതിലും ഇടപെട്ടിട്ട് മനസ്സ് ദുഃഖിക്കണ്ട. ഓൾ എന്നെപ്പറ്റി അത് പറഞ്ഞല്ലോ, അങ്ങനെ മനസ്സിന് വേദന. ഓൾ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്നോട് ഇത് ചെയ്തല്ലോ, അങ്ങനെ മനസ്സ് വേദനിക്കുന്ന വിഷയത്തിൽ ഗർഭിണി ഇടപെടരുത്. ഗർഭിണിയായ പെണ്ണ് എപ്പോഴും ഭർത്താവിനോട്, ഭർത്താവിന്റെ കുടുംബത്തോട്, അവളുടെ കുടുംബത്തോട്, അങ്ങനെ എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല ഐശ്വര്യമുള്ള പെരുമാറ്റം. അതിന് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഗർഭിണികൾ നല്ല പോലെ ഖുർആൻ ഓതണം. എത്ര ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത്രയധികം ഗർഭിണിക്കും കുട്ടിക്കും സംരക്ഷണമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ ഓതിക്കൊണ്ടുള്ള സംരക്ഷണത്തെ പറ്റി പറയുന്ന ഹദീസിലൊക്കെ ഓർമ്മപ്പെടുന്നത് ലിൽ വാലിദതി വൽ വലദി, ഗർഭിണിക്കും അവൾ പ്രസവിക്കുന്ന കുട്ടിക്കും രണ്ടു ആൾക്കും കാവലുണ്ട് എന്നാണ്. അപ്പൊ ഗർഭകാലത്ത് നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ നല്ല പോലെ ദിക്റ് ചൊല്ലണം. പതിവായി ചൊല്ലേണ്ട വിർദുൽ ലത്തീഫ്, പതിവായി ചെയ്യേണ്ട ഹദ്ദാദ് റാത്തീഫ്, പതിവായി ചൊല്ലുന്ന തബാറക്കയും ഇദാവക്കാഴത്തിയും യാസീനും, അങ്ങനെ തുടങ്ങി ഗർഭിണികളായ സഹോദരിമാർക്ക് കുറച്ച് ഫ്രീ സമയം കൊടുത്ത്, അവർക്കൊരു സ്വസ്ഥത കൊടുത്ത്, അവരെ ശരീരവും മനസ്സും ശുദ്ധമാക്കി നിർത്തി, അവർക്ക് ഖുർആൻ ഓതാൻ, അവർക്ക് ദിക്റ് ചൊല്ലാൻ നല്ല അവസരം കൊടുത്ത്, അങ്ങനെയാണ് ഒരു ഉമ്മ ഗർഭകാലത്ത് നിലനിൽക്കുന്നതെങ്കിൽ ഉമ്മമാരെ, ആ കുട്ടി ഏത് യുഗത്തിൽ പിറന്നു വീണാലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഞാനിത് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ ദിവസവും പല രാജ്യത്തും പോകുന്ന ആളാണ്. ഒരല്പം ഒരു മതബോധമുള്ള രക്ഷിതാക്കൾക്ക് മുഴുവനും പറയാനുള്ളത്, ഉസ്താദെ മക്കളെ കാര്യത്തിൽ ദ്വാരക്കണം എന്നാണ്. എല്ലാവർക്കും പറയാനുള്ളത് അതാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും മക്കളെ കാര്യത്തിൽ ദ്വാരക്കണം കേട്ടോ. രണ്ടാമതൊന്ന് പറയാനുള്ളത് പിന്നെ ഏതാ? രോഗമാണ്. പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഗർഭകാലത്ത് ഒരു ഉമ്മ, ഗർഭകാലത്ത് ഒരു വീട്ടുകാർ ആ ഗർഭിണിക്ക് നല്ല അവസരം കൊടുത്തുകൊണ്ട് അവളെ വേദനിപ്പിക്കാതെ, അവളെ പരിഹസിക്കാതെ, അവളെ മനസ്സുകൊണ്ട് ക്ഷീണിപ്പിക്കാതെ നല്ല പെരുമാറ്റത്തോടുകൂടെ ഗർഭിണികൾക്കൊരവസരം കൊടുക്കുകയും, ഗർഭിണിയായ പെണ്ണ് സ്വസ്ഥത കിട്ടിയപ്പോൾ നല്ല പോലെ അല്ലാഹ് എന്ന ദിക്റിലും സ്വലാത്തിലും ഖുർആനിലും ഗർഭിണി എല്ലാവരോടും ഇടപെട്ട് നല്ല പെരുമാറ്റത്തിലും അങ്ങനെ മനസ്സ് നല്ല സ്വസ്ഥം എങ്കിൽ ആ ഗർഭത്തിൽ ജനിച്ചിരിക്കുന്ന കുട്ടി സമൂഹത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും ദീനിനും ഉപകരിക്കുന്ന കുട്ടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചരിത്രത്തിൽ നമ്മളിപ്പോൾ ഏറെ തെറ്റിദ്ധരിച്ച് പഠിച്ചിരിക്കുന്ന ആളാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ചരിത്രം വളച്ചൊടിച്ച ചരിത്രമാണ്. മഹാന്മാര് ടിപ്പുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് റളിയൽ ഇലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി. ടിപ്പു സുൽത്താനെ ഔലിയാക്കളെ ലോകത്ത് റളിയല്ലാഹു ചൊല്ലാതെ ആരും പറയാറില്ല. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി വലിയ നേതാവാ, വലിയ രാജാവാ. മക്കളില്ല, വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അദ്ദേഹം അക്കാലത്ത് ജീവിച്ചിരുന്ന ടിപ്പു മസ്താൻ എന്ന ഒരു വലിയുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഹൈദരലി സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മക്കളില്ലല്ലോ മഹാനവറുകളെ, എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ ദുആ ചെയ്യണം. അദ്ദേഹം ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഹൈദരലിയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉമ്മ പെണ്ണ് ഗർഭിണിയായി, പ്രസവിച്ചപ്പോൾ നല്ല ഒരു ആൺകുഞ്ഞ്. ഹൈദരലി ആ കുട്ടിക്ക് പേര് വെച്ചു. ആ മസ്താന്റെ പേര് ടിപ്പു മസ്താൻ. ദുആ ചെയ്തിട്ടാണ് കുട്ടി ഉണ്ടായത്. അപ്പൊ ഹൈദരലി ആ കുട്ടിക്ക് പേരിട്ടു ടിപ്പു സുൽത്താൻ.
ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ കുട്ടിയുടെ സ്വഭാവം, കുട്ടിയുടെ ധൈര്യം, കുട്ടിയുടെ സ്ഥൈര്യം, കുട്ടിയുടെ പെരുമാറ്റം വളരെ 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 വിജയകരമായി ഹൈദരലി അദ്ദേഹത്തെ പല വിഷയത്തിലേക്കും ഏർപ്പാട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വിജയകരമായ സന്തോഷകരമായ വാർത്തയുമായി തിരിച്ചു വരുമ്പോൾ ആ വാർത്ത ഇങ്ങനെ ഹൈദരലിയുടെ ആളുകൾ പറയുന്ന സമയത്ത് അകത്ത് നിന്ന് ഉമ്മ പറഞ്ഞു, എന്റെ മകൻ ടിപ്പുവിന് വലിയ ഭാവി ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തേ? ശുദ്ധിയില്ലാത്ത ശരീരത്തോടുകൂടെ ഞാൻ അവന്റെ ഗർഭകാലത്ത് ജീവിച്ചിട്ടില്ല. ശുദ്ധിയില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഗർഭിണിയുടെ വസ്ത്രം, ഗർഭിണിയുടെ ശരീരം, ഗർഭിണി കിടക്കുന്ന, ഗർഭിണി പെരുമാറുന്ന, ഗർഭപ്രസവാനന്തരമുള്ള അവിടെയെല്ലാം എത്രമാത്രം വൃത്തിയും ശുദ്ധിയും മനസ്സും ശരീരവും കാത്തു സൂക്ഷിക്കുന്നുവോ ഏറെ പറയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി. 9-ാമത്തെ വയസ്സിൽ മുവത്ത അടക്കമുള്ള ഹദീസ് മനപ്പാഠമാക്കി. 12-13 വയസ്സായപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറയാം ഗ്രാൻഡ് മുഫ്തിയായി. അതാണിപ്പോ മനസ്സിലാകുക, ഗ്രാൻഡ് മുഫ്തിയായി. അല്ലാഹു റബ്ബി. AP ഉസ്താദ് ഇപ്പൊ ഗ്രാൻഡ് മുഫ്തി ആയത് 80 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 12-13 വയസ്സായപ്പോഴേക്കും ഫത്വയുടെ അധികാരത്തിലേക്ക് എത്തി. നമ്മൾ വേഗം അത് കറാമത്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണ്ട. കറാമത്ത് ഒരുപാട് പറയാനുണ്ട്, അത് നമുക്ക് പിന്നെയും പറയാം. ഇമാം ശാഫിഈ തങ്ങളെ കറാമത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരണം. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ, ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ, ആ കുട്ടിയെ വളർത്തിയെടുത്തിരിക്കുന്ന ഉമ്മമാര് വളർത്തിയെടുത്തിരിക്കുന്ന കുറെ മക്കളെ സംഭവം കിതാബിലുണ്ട്. ഉമ്മ വളർത്തിയ മോനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഉമ്മ വളർത്തിയ മോനാണ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. എന്തിനേറെ ഉമ്മ വളർത്തിയ മോനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയിട്ടുണ്ട്, പിന്നെ ഉമ്മയാണ്. ഉമ്മയുടെ കൂടെ പിന്നെ മുല കൊടുക്കുന്ന ഉമ്മ ഹലീമത്തു സഅദിയാണ്. പിന്നെ അവർക്ക് ശുശ്രൂഷക്കുള്ള ഉമ്മ ബീവി ഉമ്മു ഐമനിൽ ബറക്കയാണ്. 6-ാമത്തെ വയസ്സിൽ ഉമ്മ പോയ ശേഷം പിന്നെ പോറ്റുമ്മയായിട്ടുള്ളത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഉമ്മമാരാണ് വളർത്തിയത് റസൂലുള്ളാഹിനെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്, ഒരു പെണ്ണ് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ഇൻ അറാദ അൻ യുതിമ്മ റളാഅ. പ്രസവിക്കപ്പെട്ട ഉമ്മമാർ അവരെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുമ്പോൾ അവര് പൂർണ്ണമായും മുലയൂട്ടാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായ 2 കൊല്ലം അവര് മുലയൂട്ടട്ടെ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന, പ്രസവിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടണം. ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 വർഷം. ഇൻ അറാദ അൻ യുതിമ്മ റളാഅ, മുല കുടിക്കുന്നതിനെ പൂർത്തിയാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ. ഒരായത്തിൽ 2 പ്രാവശ്യമാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞത്. ഒറ്റ ആയത്തിൽ 2 പ്രാവശ്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പദം കമാലി എന്നും മറ്റേ പദം തമാമു എന്നും. തമാമും കമാലും പറയുമ്പോൾ ആ 2 വേർഡ്സുകൾക്കും വലിയ അർത്ഥമാറ്റമുണ്ട്. എന്താണത്? അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കട്ടെ, അതിന്റെ എണ്ണത്തിലും അതിന്റെ വണ്ണത്തിലും പൂർത്തിയാക്കട്ടെ. കമാലും തമാമുമാണ്. എങ്ങനെയാ പൂർത്തിയാക്കല്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഉമ്മ പറയട്ടെ, എൻ്റെ മോന് പൂർണ്ണമായ 2 വർഷം ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഒളു ഇല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേ ഇല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നത്, ഒളു ഇല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഖിബ്ലയിലേക്ക് മുന്നിട്ട് കഅബ ശരീഫിന് അഭിമുഖമായി ഇരുന്നു കൊണ്ടല്ലാതെ
കഅബ ഷരീഫിന് അഭിമുഖമായി കടന്നുകൊണ്ടല്ലാതെ ഞാൻ എൻ്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടേ ഇല്ല. 2 വർഷം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ബിസ്മില്ലാഹ് എന്ന് ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. ധൃതി പിടിച്ച് മുലപ്പാൽ കൊടുത്ത് കുട്ടിയെ ബേജാറാക്കി അങ്ങനെ ഒരു മുലപ്പാൽ കൊടുക്കുന്ന രീതി പ്രിയപ്പെട്ട സഹോദരിമാരെ അത് നല്ലതല്ല. നമ്മളെ സഹോദരിമാരൊക്കെ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഉണ്ടായ ശേഷം പിന്നെ ഭർത്താവിനോടോ അല്ലെങ്കിൽ അമ്മായിമാനോടോ ഒക്കെ വല്ല വിഷമം ഉണ്ടെങ്കിൽ അത് കുട്ടിൻ്റെ പേത്താണ് പിന്നെ തീർക്കൽ, അല്ലേ? അല്ലാ, തൊട്ടിന്ന് കുട്ടിനെ അങ്ങോട്ട് ഇട്ടിക്കലും അതിൽ കുട്ടി ഒരു കരച്ചിലും, അല്ലേ? എന്നിട്ടാണ് ഇരുന്നിട്ടൊന്നാണ് മുലപ്പാൽ അങ്ങോട്ട് എടുത്തിട്ടാണ് കൊടുക്കലും. സുബ്ഹാനല്ലാഹ്, ഒരു കാണിച്ചു കൊടുക്കൽ ബാക്കിയുള്ളവർക്ക്. കുഴപ്പമില്ല, കുട്ടിക്കൊരു 10 വയസ്സാകുമ്പം അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതെന്താ കാരണം? ഒരു കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് മുല കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കുക. അപ്പൊ ഏത് കുട്ടിയും ഒന്ന് പുഞ്ചിരിക്കും. ആ കുട്ടിക്ക് മുല കൂട്ടുന്നതിന് വേണ്ടി മടിയിൽ ഇരുത്തുമ്പോൾ കുട്ടിക്ക് വലഭാഗത്ത് ഇരുത്തുക. കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ മുഖത്തേക്ക് നോക്കണം കുട്ടിയുടെ. കുട്ടി ഇങ്ങനെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് മുലപ്പാൽ കുടിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അത് കുട്ടിയുടെ മനസ്സ് ഒരു CC ക്യാമറയാണ്. ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കും കുട്ടി. ഉമ്മയുടെ മുഖത്തിന്റെ പ്രകാശം, ഉമ്മയുടെ ചുണ്ടിലെ പുഞ്ചിരി, ഉമ്മയുടെ മുഖത്തിന്റെ വെളിച്ചം അതിങ്ങനെ നോക്കി ആനന്ദിച്ച് സന്തോഷിച്ച് അങ്ങനെയാണ് കുട്ടി മുലപ്പാൽ കുടിക്കുന്നത്. കുട്ടികൾ മുലപ്പാൽ കുടിക്കുന്നത് അങ്ങനെയാണ്. അതിന് നോക്കുമ്പോൾ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴോ ഉമ്മാക്ക് വീട്ടുകാരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വേറെ ആരോടുള്ള ദേഷ്യം. മുഖം ഇങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കുട്ടി ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് മുലപ്പാൽ കുടിക്കുന്നത്. ഓ ഉമ്മമാരെ, സന്തോഷത്തിന്റെ പുഞ്ചിരിയുടെ ആഹ്ലാദത്തിന്റെ മനസ്സ്, ആ മനസ്സോടുകൂടെ കുട്ടിക്ക് റബ്ബേ എന്റെ കുട്ടി എനിക്കും എന്റെ കുടുംബത്തിനും ഈ കുട്ടി സമൂഹത്തിനും ഉപകരിക്കുന്ന മോനാകണമെന്ന നല്ല നിയ്യത്തോടു കൂടെ ബിസ്മിയും ചൊല്ലിയിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് കുട്ടിക്ക് മുലയൂട്ടുന്നുണ്ടോ, ആ കുട്ടിയുടെ മനസ്സ് വളരെ സമാധാനത്തിൽ. ബിസ്മില്ലാഹ് എന്ന് കേട്ടുകൊണ്ടാണ് കുട്ടി കുടിക്കുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് കേട്ടുകൊണ്ടാണ് കുട്ടി അവസാനിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടുകൊണ്ടാണ് കുട്ടി ഉറങ്ങുന്നത്. അപ്പൊ കുട്ടിയുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും കുട്ടിയുടെ കണ്ണിലും കാതിലും കരളിലും കൽബിലും അല്ലാഹ്. അങ്ങനെയാണ് കുട്ടികൾ വളരേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ നല്ല പോലെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇനി ഉമ്മപങ്ങന്മാരെന്ന് പറയാനില്ല, ഉണ്ടോ? ഡാഡി എപ്പോഴും വാട്സപ്പിലാണ്, മമ്മി എപ്പോഴും ഫേസ്ബുക്കിലുമാണ്. മമ്മി ഫേസ്ബുക്കിലും ഡാഡി വാട്സപ്പിലും. ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ കുട്ടി അറിഞ്ഞില്ലേ, പണ്ടൊക്കെ കുട്ടികളോട് ഉമ്മാൻ്റെ കുട്ടിയാ വാപ്പാൻ്റെ കുട്ടിയാന്ന് ചോദിക്കുമല്ലോ നമ്മള്. അതിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഡാഡിയാ മമ്മി എപ്പോഴും വാട്സപ്പിൽ, ഡാഡി എപ്പോഴും ഫേസ്ബുക്കിലും. എന്നിട്ടോ അപ്പൊ കുട്ടി പറഞ്ഞു ഇന്നതിന്ന് ഡൗൺലോഡ് എടുത്തതാണ്. അപ്പൊ കുട്ടിക്ക് തോന്നിയത് എന്താണ്? ഇത് ഡൗൺലോഡ് ചെയ്തതാണ്, അല്ലേ? അപ്പൊ ഡൗൺലോഡ് ചെയ്തതാണ് കുട്ടി എന്ന വിചാരം കുട്ടിക്കും. കുട്ടിയെ വന്ന് ഓമനിക്കാനും താലോലിക്കാനും മുഖത്ത് നോക്കാനും പുഞ്ചിരിക്കാനും ആഹ്ലാദിക്കാനും സമയം കിട്ടാത്ത രീതിയിൽ മാതാപിതാക്കളും. നമ്മുടെ മക്കളെ മനസ്സെപ്പോഴും സംഘർഷമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഭൂമിയിലെ നിധി അള്ളാഹു നമുക്ക് മക്കളെ തന്നതാണ്. ബഹുമാനപ്പെട്ട ബീബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളുണ്ടായിട്ടില്ലല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കല്യാണം കഴിച്ചിരിക്കുന്നത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. 25-ാമത്തെ വയസ്സ് നബി തങ്ങൾക്ക്, 40-ാമത്തെ വയസ്സ് ഖദീജ ബീവി. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിയെ 2 ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ മക്കളുമുണ്ട്. മക്കളുള്ള ഉമ്മയെ
40-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന ഉമ്മയാണ് മുത്തുനബിയുടെ ആദ്യത്തെ കല്യാണം. വളരെ പണക്കാരിയായ തറവാട്ടുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ കൂടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, എന്തൊരാനന്ദത്തോടു കൂടെയാണ് ജീവിച്ചത്. ഖദീജ ബീബിയുടെ സ്വത്തുക്കൾ മുഴുവനും നബി തങ്ങളെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നതിന് വേണ്ടി കൊടുത്തില്ലേ? ആ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമാണ് നബി തങ്ങൾക്ക് മക്കളുണ്ടായത്. നബി തങ്ങളെ മക്കളെ മുഴുവനും ഖദീജ ബീബി സംഭാവന കൊടുത്ത മക്കളാണ്. ഖദീജ ബീബി പ്രസവിച്ച മക്കളാണ്. ഖദീജ ബീബിയുടെ വഫാത്തിന് ശേഷം 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടെ സഹധർമ്മിണി ഇല്ല. മുത്തുനബിയുടെ കല്യാണം മാത്രമേ ആളുകൾ കേൾക്കുന്നുള്ളൂ. എന്തായിരുന്നു പശ്ചാത്തലം, എന്താണ് നബിയുടെ കുടുംബജീവിതം, അതറിയണ്ടേ? 3 വർഷക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടെ സഹധർമ്മിണി ഇല്ല. സ്വഹാബാക്കളൊക്കെ ഇടക്കിടക്ക് സ്വകാര്യം പറയും, നബി തങ്ങളെ വീട്ടിൽ ആരും ഇല്ലല്ലോ, നബി തങ്ങളെ വീട്ടിൽ ആരും ഇല്ലല്ലോ. പക്ഷെ നബി തങ്ങളോട് പോയിട്ട് ആരാണ് നബി ഞങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ആരാ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ രണ്ടാമത് വിവാഹം ചെയ്യുന്നത് 6 വയസ്സ് മാത്രം കഴിഞ്ഞിരിക്കുന്ന ആയിഷ ബീവിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ആരംഭ കല്യാണം, അത് മുത്തുനബിയോട് കൂടെ ഇണയായി ജീവിക്കാൻ വന്നിട്ടില്ല. 6 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. നബി തങ്ങൾ മദീനത്തെത്തിയ ശേഷമാണ് പിന്നീട് ഒരു കല്യാണം. അതാരാ? അത് സൗദാ ബീബി റളിയല്ലാഹു അൻഹയാണ്. സൗദാ ബീബി എന്ന് പറഞ്ഞാൽ സൗദാ ബീബിയുടെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. സ്വഹാബിയാണ്, മൂപ്പര് വഫാത്തായി. 6 ചെറിയ മക്കളാണ് സൗദാ ബീവിക്കുള്ളത്. 6 മക്കളെ യതീമാക്കിക്കൊണ്ട് സക്രാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സൗദാ ബീവി കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണ, അല്പം തടി കൂടിയിരിക്കുന്ന സഹോദരിയ, 6 മക്കളുടെ ഉമ്മയാണ്. ഈ യതീമായ മക്കളെ സംരക്ഷിക്കാൻ ആളില്ല. എന്നും ആ ഉമ്മക്കും മക്കൾക്കും പട്ടിണിയാണ്. ഈ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന സാഹചര്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദാ ബീവിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാന ജല്ല ജലാലു. സൗദാ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടിയായി സൗദാ ബീബി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോണത് എങ്ങനെയാണ്? നിങ്ങൾ 6 കുട്ടികളെ ഏറ്റാണ് നബി തങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പഠിച്ചാൽ പോരാ. പിന്നെയോ വിധവകളെ വിവാഹം ചെയ്തുകൊണ്ട് യതീമക്കളെയും വിധവകളെയും സംരക്ഷിക്കുക എന്നതിന് വിവാഹം എന്ന വിപ്ലവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരാശയം. വിധവയായ ഭാര്യ, യതീമായ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാമത്തെ കല്യാണം എന്ന് പറയാം. നിക്കാഹ് കൊണ്ട് ആയിഷ ബീവിയുടേത് മുന്തിയിട്ടുണ്ടെങ്കിലും വീട് കൂടിക്കൊണ്ട് കൂടെ താമസിക്കാൻ വേണ്ടി വരുന്നത് പിന്നെ ആരാ? സൗദാ ബീബി റളിയല്ലാഹു അൻഹ. 6 മക്കളെയും കൊണ്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത്. ഓർത്തു നോക്കി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഒക്കെ എത്തി. അപ്പോഴേക്കും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 9 ആയി. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാവരും കൂടി തീരുമാനിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇണയായി, സഹധർമ്മിണിയായി വീട്ടിലെത്തിക്കാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ളത് ആരാന്നറിയോ? അസ്മാ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവി 9-ാമത്തെ വയസ്സിൽ വീട് കൂടിക്കൊണ്ട് വന്നപ്പോൾ സൗദാ ബീവിക്ക് ഒരു മകളും കൂടി ഉണ്ടായ മാതിരിയായി. 6 ഉള്ളത് 7 ആയ മാതിരിയായി. സൗദാ ബീവിക്ക് 6 കുട്ടികളുണ്ട്. അക്കൂട്ടത്തേക്ക് ഒരു കുട്ടിനെയും കൂടി കിട്ടിയ മാതിരിയായി. ആരെ കിട്ടിയപ്പോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കിട്ടിയപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗദാ ബീബി റളിയല്ലാഹു അൻഹ അത്രയധികം സന്തോഷം പറഞ്ഞു ആയിഷുവിന്റെ കാര്യത്തിൽ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗദാ ബീബി റളിയല്ലാഹു അൻഹ അത്രയധികം സന്തോഷം പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സൗദാ ബീബിയുടെ ഒട്ടേറെ മഹത്വങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുന്നത് സഹോദരിമാരെ, സമയവും ഒഴിവും
എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാതൃക കാണിക്കാം എന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. നമ്മുടെയൊക്കെ വീടുകളിലും നാടുകളിലും അല്പമൊക്കെ പ്രായം മറ്റൊക്കെ ഉള്ള ഉമ്മമാരുണ്ട്. ഒഴിവും കഴിവും ഒക്കെ സമയമുണ്ട്. പക്ഷേ ആവശ്യത്തിന് ആ സമയം ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളയുകയാണോ? ചിന്തിക്കാൻ വേണ്ടി ചിലത് ഓർമ്മപ്പെടുത്താണ്. ഇപ്പോ മൂത്ത കുട്ടിക്ക് 40 വയസ്സ്, ഉമ്മാക്ക് എത്രയായി? ഉമ്മാക്കൊരു 55-60. മൂത്ത കുട്ടിക്ക് 40, അതിന് താഴെ 35. അങ്ങനെ ആയിട്ട് എന്തായി? ഇപ്പം ഉമ്മാന്റെ കുട്ടികൾ ഏറ്റവും ചെറിയ കുട്ടിക്ക് 20 വയസ്സാണ്. എല്ലാവരെയും കല്യാണം കഴിഞ്ഞു, എല്ലാവരെയും കെട്ടിച്ചു. ഉമ്മ നല്ല സ്വസ്ഥമായ അവസ്ഥയിലാണ്. ആ ഉമ്മാനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ഖുർആൻ ഹിഫ്ളാക്കി? ഈ ഒഴിവ് സമയം ഒക്കെ കിട്ടിയിട്ട് എന്താണ് നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചത്? അറബ് രാജ്യത്ത് പോയി നോക്കിയാൽ, ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തേറ്റ നോമ്പിന് ഒരു വീട്ടിൽ പോയി, ഒരു അറബി വീട്ടിൽ. എനിക്കൊരു പള്ളിയൊക്കെ ഉണ്ടാക്കി തന്ന ആളാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 70 വയസ്സാകും ഒരു ഉമ്മ. ആ ഉമ്മ ഇങ്ങനെ വാതിലിൻ്റെ പുറകിൽ നിന്ന് വാപ്പയും ആ വീട്ടിലെ വാപ്പയും 2 ആൺമക്കളും അവരൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അവരിവിടെ പള്ളി ഉദ്ഘാടനത്തിന് വന്നതുകൊണ്ട് ഇങ്ങനെ നല്ല അറിയും, അതുകൊണ്ട് അവരെ സംസാരത്തിന് തയ്യാറായത്. അപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഷേഖ് അബ്ദുറഹ്മാൻ, ഞാൻ എൻ്റെ ഒഴിവ് സമയം മുഴുവനും ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 23 ജുസ് ഞാൻ ഹിഫ്ളായി, ബാക്കി 7 കൂടി ഹിഫ്ളാകാൻ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. നോക്ക്, നിങ്ങൾ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുന്ന രീതി. ഒരാളെ ഹൃദയത്തിൽ ഖുർആൻ ഹിഫ്ള് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മഹത്വം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഇവിടെ ഹാഫിളീങ്ങളാകുന്നുണ്ട്. ഹാഫിളീങ്ങളായ മക്കളോട്, മക്കളെ, ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, മറക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. അതുകൊണ്ട് പഠിക്കുന്നതിനേക്കാൾ ഉത്സാഹം മറക്കാതിരിക്കാനും കൂടി കാണിക്കണേ എന്ന് മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്താം. നബി തങ്ങൾ തന്നെ പറഞ്ഞത് മരുഭൂമിയിൽ വിട്ട ഒട്ടകത്തെ പോലെയാണ്. മരുഭൂമിയിൽ വിട്ട ഒട്ടകത്തിന് ചെറിയൊരു കയറുകൊണ്ട് കെട്ടിയാൽ മതി, ഒട്ടകം പൊട്ടിച്ചു പോകില്ല. നമ്മൾ അറബ് രാജ്യത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഒട്ടകമുള്ള ഏരിയയിൽ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ടാവും, ചെറിയൊരു കമ്പി ഇങ്ങനെ, അത് മതി. തടഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. തടഞ്ഞത് പൊട്ടിച്ചു പോണ സ്വഭാവമായിരിക്കില്ല ഒട്ടകത്തിനില്ല, ചെറിയൊരു കമ്പി കൊണ്ട് കെട്ടിയാൽ മതി. പക്ഷേ ആ തടവില്ലെങ്കിലോ ഒട്ടകം മരുഭൂമിയിൽ സഞ്ചരിച്ച് അത് എവിടെയോ എത്തിപ്പോകും. തെരഞ്ഞാൽ കാണാൻ പിന്നെ സാധിക്കില്ല, വിശാല മരുഭൂമിയിൽ പോയി മറഞ്ഞു പോകും. നമ്മുടെ കൽബാകുന്ന നമ്മുടെ മനസ്സ് മരുഭൂമിയേക്കാൾ വിശാലമാണ്. ആ വിശാലമായ മരുഭൂമിയാകുന്ന കൽബിലേക്ക് ഖുർആൻ കൊടുത്താൽ ഇടക്കിടക്ക് ഓതി നോക്കണം, അവിടെ നിൽക്കുന്നുണ്ടോ. ഇടക്കിടക്ക് ഓതി നോക്കണം. ഓതി നോക്കുന്നില്ലേ, മരുഭൂമിയിൽ ഒട്ടകം സഞ്ചരിക്കുന്നത് പോലെ അത് പതുക്കെ പതുക്കെ സഞ്ചരിച്ച് കിലോമീറ്ററുകൾ ദൂരെ പോയി മറിഞ്ഞിട്ടുണ്ടാകും. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഒഴിവ് കിട്ടുന്ന സമയം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഖുർആൻ മനഃപ്പാഠമാക്കാൻ സമയം ചെലവാക്കണ്ടേ? ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജീവിക്കുന്നത് എത്ര കാലമാണ്? 11 അല്ലെങ്കിൽ 12 വർഷമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 63 പൂർത്തിയായി. 63 പൂർത്തിയായി നബി തങ്ങൾ വഫാത്തായി. നബി തങ്ങൾ വഫാത്തായപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 18 ആണ്. 18 വയസ്സ് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ചിന്തയും ആവശ്യവും ഒക്കെ ഉള്ള സമയമാണ്. പക്ഷേ നബി തങ്ങൾ വഫാത്തായ ശേഷം ആയിഷ ബീവിയെ ലോകത്തൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മുത്തുനബിയുടെ ഭാര്യമാർ എല്ലാവർക്കും ഉമ്മമാരാണ്. 18ാമത്തെ വയസ്സിൽ ഭർത്താവാകുന്ന മുത്തുനബിയുമായി പിരിഞ്ഞ ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിന്നീട് വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 65ാമത്തെ വയസ്സിലോ ആണ്. ഓർത്തു നോക്കൂ സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 63 അല്ലെങ്കിൽ 65 അത്രയും കാലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജീവിക്കുമ്പോൾ ഓർത്തു നോക്കൂ നിങ്ങൾ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ കൂടെ 11 അല്ലെങ്കിൽ 12 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ നബി തങ്ങളുടെ കൂടെ സ്വസ്ഥമായി
സന്തോഷമായി ആനന്ദമായി ആഹ്ലാദമായി ഓടി ചാടി കളിച്ച് രസിച്ച് പഠിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ നബി തങ്ങൾക്ക് 63-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴും ആയിഷ ബീബി പറയുന്നുണ്ട്, നബി തങ്ങൾക്ക് വയസ്സ് 63 ആയപ്പോൾ എനിക്ക് 18 പൂർത്തിയായി വരുന്നേ ഉള്ളൂ. ആ സമയത്തും നബി തങ്ങൾ പാല് കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാല് കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചിട്ട് ആയിഷ ബീബിക്ക് കുടിക്കാൻ കൊടുത്തു. ആയിഷ ബീബി തന്നെ പറയാണ്, ഒരു ഗ്ലാസ് പാല് കിട്ടിയപ്പോൾ ഞാനിത് മുഴുവൻ കുടിച്ചു. അപ്പൊ നബി തങ്ങൾ 2ാമത്തെ ഗ്ലാസ് ഒഴിച്ചു തന്നു. അപ്പൊ ഞാൻ അതും കുടിച്ചു. പെണ്ണുങ്ങളല്ലേ, കൊടുത്തു വെക്കണ്ടേ? ഓല് കുടിച്ചിട്ട് ഇത് ഞമ്മക്ക് അളവ് കിട്ടാത്ത എന്താണെന്ന് നിങ്ങൾ ഓല് ഞമ്മക്ക് ഇങ്ങോട്ട് അളന്ന് തരാണ്. ഓല് കുടിച്ചത് എത്രയാണ് നമ്മളത്തെ അളവില്ലല്ലോ. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് ഖൈർ കൊടുക്കണം. നിങ്ങളാരും ആമീൻ പറയുന്നില്ലല്ലോ. ഇവിടെ ഉള്ളതൊന്നും നിങ്ങളെ പെണ്ണുങ്ങളല്ലേ. ഓൽക്ക് വല്ല ഖൈറും കിട്ടിയെങ്കിലല്ലേ മനുഷ്യന്മാരെ ഞമ്മക്ക് ഗുണം കിട്ടുള്ളൂ അല്ലേ? പെണ്ണുങ്ങൾ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പെരയ്ക്കൊരു വിരുന്നുകാരനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഉസ്താദിന് ചെലവാണ് ഇങ്ങോട്ട് വിരുന്നാരെയും കൂട്ടി പെരയ്ക്ക് വന്നു കേട്ടോ. ഓര് സഹകരിച്ചിട്ടില്ലെങ്കിലല്ല, വിരുന്നാക്ക് അരി വിളമ്പി കൊടുക്കേണ്ടി വരും, ചോറ് വിളമ്പി കൊടുക്കാൻ കൂടില്ല. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഖൈറ് കൊടുക്കണം. നമുക്ക് രണ്ടു കൂട്ടർക്കും അള്ളാഹു ഖൈറ് തരട്ടെ. അത് ശരി, നിങ്ങളെ കൂട്ടാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആലോചിച്ചതില്ലേ. സഹോദരിമാര് ചിന്തിക്കാം. ഇന്നാൾ എന്നോടൊരു ചങ്ങായി പറഞ്ഞു, ഉസ്താദെ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട, തീരെ തിന്നാൻ പറ്റാ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വർത്താനം കേട്ടപ്പോഴേ ഞാനിങ്ങനെ ഈ പുറംകളി ഇങ്ങനെ നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ഇറച്ചി വാങ്ങിയെന്ന് ചോദിച്ചു. ഇറച്ചി 2 കിലോ വാങ്ങില്ല. എന്നിട്ടോ അപ്പം എന്താന്ന് നിങ്ങൾ 2 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഇത് കഴിക്കാനും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ 1.5 കിലോനുള്ളൂ. അപ്പം എന്താ, 1/2 കിലോ ഉപ്പുണ്ടോ നോക്കി, മുളകുണ്ടോ നോക്കി, മസാല പിടിച്ചിക്കണോ നോക്കി, ബന്ധുക്കണോ നോക്കി, പിന്നെ ഓക്ക് പിന്നെ തിന്നാൻ വേണ്ടി വരും. അത് പെണ്ണുങ്ങൾക്ക് അള്ള കൊടുത്ത മഹാഭാഗ്യമാണ്. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇരിക്കട്ടെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള പാൽ ഒഴിച്ചു കൊടുത്തു, 1 ഗ്ലാസ് കുടിച്ചു. 2ാമതൊരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷ ബീബി വരാണ്, ഞാൻ അതും കുടിച്ചു, 2ാമത്തവും കുടിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ 3ാമത്തെ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. 3ാമത്തെ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷ ബീബി വരാണ്, ഞാൻ 1/2 ഗ്ലാസ് കുടിച്ചപ്പോൾ എനിക്ക് മതിയായി. 1/2 ഗ്ലാസ് കുടിച്ചപ്പോൾ എനിക്ക് മതിയായി. അപ്പൊ ആയിഷ ബീബി പറയുന്ന ഒരു സംഭവമുണ്ട്. ആ 1/2 ഗ്ലാസ്, ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാല് ഞാൻ റസൂലുള്ളാഹിക്കാൻ തിരിച്ചു കൊടുത്തു. നബി തങ്ങൾക്കാൻ തിരിച്ചു കൊടുത്തപ്പോൾ, ഞാൻ ഗ്ലാസ് കുടിച്ച ഗ്ലാസ് ഇങ്ങനെ തിരിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് ആ ഗ്ലാസ് നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നബി തങ്ങൾ കുടിച്ചു. എന്ന് പറഞ്ഞാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പാല് കുടിക്കാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ടാണ് ആയിഷ ബീബിയുടെ പാല് കുടിച്ച പാത്രത്തിന് എവിടെയാണോ ആയിഷ ബീബി ചുണ്ട് വെച്ചത് അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ കുടിക്കുന്നത് 63-ാമത്തെ വയസ്സിലും. നമ്മളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രായമാകും തോറും ബാപ്പാക്ക് ദേഷ്യം കൂടുക അല്ലേ? ബാപ്പാക്ക് ദേഷ്യം കൂടുതൽ. ഉമ്മയാണെങ്കിലോ, ഉമ്മ പാവം ഈ ദേശത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് നിൽക്കുക. ഞാൻ ഇന്റെ പണ്ടതിന് ഒരു ഉമ്മയും ബാപ്പയും ഹജ്ജിന് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ആ നാട്ടിൽ കൂടെ വയലിന് പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആ ഉമ്മയും ഉപ്പയും അവരെ മക്കളെയും മരുമക്കളെയും ഒക്കെ വരുത്തി നമ്മൾ ഹജ്ജിന്റെ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൽക്കാരമൊക്കെ ഒരുക്കി. ഞാൻ ചെന്ന്, അപ്പൊ ഹജ്ജിന്റെ ഉസ്താദല്ലേ, ചെന്നപാടൊരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ വീട്ടിലെ എല്ലാ കുട്ടികളും മക്കളും ഒക്കെ ഇങ്ങനെ ഇത് നമ്മളെ ഹജ്ജിന്റെ ഉസ്താദാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷം. അപ്പൊ ഈ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മ മദീനത്തുനിന്ന് ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വണ്ടി അതിനെ തട്ടിയില്ല, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി, ആ വിഷമം പറയാൻ വേണ്ടി ആ ഉമ്മ, ഉസ്താദേ അന്ന് മദീനത്ത് അതിന് പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ഭർത്താവ് ഈ വാപ്പ ഉണ്ടാണ്ട് പോ, അതിൻ്റെ ഒരു മദീനം. ആ ഉമ്മ അപ്പം അവിടെ നിന്നാണ് പോയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ദ്വാർന്ന് പോരുന്നത് വരെ പിന്നെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടേ ഇല്ല, അതിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്താ കാരണം? ഈ വല്യപ്പാക്ക് വല്യമ്മ ഭാര്യയാണ്. പക്ഷെ വല്യപ്പ ഒരു കാര്യം ആലോചിക്കണം, ഈ വല്യമ്മാൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നത് മക്കളുണ്ട്, പേരമക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ചുകൊണ്ട് വാപ്പ മിണ്ടാണ്ട് പോ എന്ന് പറയുന്നതോടുകൂടെ
പേരമക്കളുടെയും മകന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ എല്ലാവരും മുമ്പിലും ആ ഉമ്മ പറ്റ കൊച്ചായി പോയോ ഇല്ലേ, ചെറുതായി പോയോ ഇല്ലേ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. 63-ാമത്തെ വയസ്സിലും നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷൂ എന്ന് വിളിച്ചാൽ എന്തൊരു മധുരമാണ് ആ വിളി. ആയിഷൂന് റസൂലുള്ളാഹി തങ്ങൾ പാല് കൊടുക്കുക, പാല് കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്ത് നബി പാല് കുടിക്കുമ്പോൾ നബി തങ്ങൾ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത്. ഞാൻ ആദ്യം പാല് കുടിച്ചാൽ എൻ്റെ ചുണ്ട് വെച്ചത് എവിടെയാണോ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി കുടിക്കാറുള്ളത്. ഹൃദയം തമ്മിൽ ബഹുമാനം എന്നത് മനസ്സിൽ വെക്കാനുള്ളതല്ല, സ്നേഹം എന്നത് എഴുതി വെക്കാനുള്ളതല്ല. ഒക്കെ നല്ല സ്നേഹമാണ്, പക്ഷെ കാണിക്കൂല എന്നുള്ളൂ. എന്തുകൊണ്ട്? എന്താപ്പം കൊണ്ട് കാര്യമുണ്ട്? കാണിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു പശുവിനെ വാങ്ങി അതിന് നല്ല പാല് ചവിട്ടിച്ചടുക്കാൻ വയ്യ, അതിനെ നിർത്തിയിട്ട് വേറൊരു പശുവിനെ വാങ്ങി അതിന് നല്ല സ്വഭാവം, ഒരു തുള്ളി പാലുമില്ല, രണ്ടും കണക്കന്നല്ല. ഒരു ബഹുമാനം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്, സ്നേഹം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഏതൊരു വാപ്പയും ഉമ്മയെപ്പറ്റി മക്കളോട് നല്ല സ്നേഹം പറഞ്ഞു കൊടുക്കണം. ഏതൊരു ഉമ്മയും വാപ്പയെ പറ്റി നല്ല ബഹുമാനം പറഞ്ഞു കൊടുക്കണം. ഉമ്മമാർ എപ്പോഴും ഭർത്താക്കന്മാരെ പറ്റി വാപ്പമാരെ പറ്റി ബഹുമാനം പറയണം. മക്കളെ, വാപ്പാനെ വിഷമിപ്പിക്കരുത്. മക്കളെ, വാപ്പ വരാൻ സമയമായിട്ടുണ്ട്, മക്കളെ വാപ്പാക്ക് ഭക്ഷണം എടുത്തു വെച്ചോളി. എപ്പോഴും വാപ്പയെ പറ്റി ഉമ്മ നല്ല ബഹുമാനം പറഞ്ഞു കൊടുക്കണം. ഉമ്മയെ പറ്റി വാപ്പ എപ്പോഴും നല്ല സ്നേഹം പറഞ്ഞു കൊടുക്കണം. എന്റെ ഉപ്പ മരണപ്പെടുമ്പോൾ 84-85 വയസ്സായിട്ടുണ്ട്. ഒരു വർഷം ഉപ്പ രോഗത്തിലായി കിടന്നു. ആ രോഗിയായി കിടക്കുന്ന സമയത്ത് എപ്പ വാപ്പാക്ക് കഞ്ഞിയോ ചായയോ ചോറോ എന്ത് കൊടുക്കുമ്പോഴും അത് കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കും, ഉമ്മാക്ക് ചോറ് കൊടുത്തോ, ഉമ്മ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കാതെ ഒരിക്കൽ പോലും ഉപ്പ കുടിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പഴമക്കാരിൽ ആ ബഹുമാനം നിലനിൽക്കുന്നുണ്ട്, ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ഭർത്താവിനെ പറ്റി ബഹുമാനം പറയണം ഭാര്യ, ഭാര്യയെ പറ്റി സ്നേഹം പറയണം ഭർത്താവ്. അപ്പോഴേ മക്കളും മക്കളും കേട്ടും കണ്ടും അനുഭവിച്ചും പഠിക്കുകയുള്ളൂ. നമ്മളതിന് ഒന്ന് കഴിഞ്ഞ വണ്ടിയമത്തിന് അതിന്റെ തള്ളനോട് ചോദിച്ചു, ഇന്റെ നാട്ടിൽ കൂടെയൊക്കെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെ? ഇവിടെ അതിലേറെ കുറച്ച് ഏറെയാണ് ഞങ്ങളെ കണ്ണും മോറും കണ്ടാല്. അപ്പൊ ഇരിക്കട്ടെ, എന്റെ തള്ളനോട് ചോദിച്ചു നോക്ക്. അപ്പോഴോ തള്ള ഉടനെ ഇങ്ങോട്ട് തന്നെ വിട്ടു എന്റെ തന്തനോട് പോയി പറയാം. ബാപ്പാക്കും ഉമ്മാക്കും തള്ള തന്ത എന്നൊരു പേരുണ്ട് എന്ന് ആദ്യം കുട്ടികൾ പഠിച്ചത് ആരെടുത്തുന്ന ഞമ്മളെടുത്തുന്ന് പറഞ്ഞാൽ മതി, എന്തിനാ വേറുള്ളവരെ പറയണേ? അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഓർമ്മിക്കണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും നബി തങ്ങളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും, ആയിഷ ബീബിയും റസൂലുള്ളാഹിയും വെറും ചിരിയും കളിയാണ്. നിങ്ങൾക്കറിയോ, 12 വർഷത്തോളം 11-12 വർഷമേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന ഇൽമിന് കയ്യും കണക്കുമില്ല. 2200-ലധികം ഹദീസുകൾ ലോകത്തിന് പഠിപ്പിച്ചിരിക്കുന്നത് ബീബി ആയിഷ. 2200-ലധികം ഹദീസുകളാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ തലയെടുപ്പുള്ള സ്വഹാബാക്കൾ, വലിയ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ ആ ഹദീസ് മുഹദ്ദിസീങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുള്ള ഹദീസാണ്. കാരണം എന്തുകൊണ്ട്? ആയിഷ ബീബി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് നബി തങ്ങൾ എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്തായിരുന്നു പറയാനുള്ള പശ്ചാത്തലം, ആ ഹദീസിന്റെ പശ്ചാത്തലം, സാഹചര്യം, സന്ദർഭം ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. മാത്രമല്ല ഫറാഇദ് പോലത്തെ കെട്ടിക്കുടുക്കുള്ള അതിഗൗരവമുള്ള വിഷയങ്ങളിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭൂരിഭാഗം ഹദീസുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ശേഷം മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന സ്വഹാബാക്കൾക്ക് ഒരു ആയത്തിന്റെ തഫ്സീറിലോ ഒരു ഹദീസിന്റെ സാന്ദർഭികമായ കാര്യങ്ങളിലോ ഒരു മസ്അലയിലോ സ്വഹാബാക്കൾക്കിടയിൽ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിൽ വലിയ സ്വഹാബാക്കളൊക്കെ ചേർന്ന്
അവരൊക്കെ സംസാരിച്ചു, പക്ഷേ തീരുമാനമാകുന്നില്ല. എങ്കിൽ അവരെല്ലാവരും അവസാന തീരുമാനത്തിന് വേണ്ടി പോകുന്നത് ബീവി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതല്ല ആയിഷ ബീബിന്റെ ഇൽമ്. ആയിഷ ബീബിയുടെ ഇൽമ് ഖണ്ഡിതമായ ഇൽമാണ്, തീരുമാനം പറയുന്ന ഇൽമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഉണരണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയായ ഉമ്മയാണ്. ആ ബഹുമാനപ്പെട്ട ആയിഷ ബീബിയെ നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടി ഒന്ന് മുഖാമുഖം കണ്ടൊന്ന് പുഞ്ചിരിക്കാൻ, മുഖാമുഖം കണ്ടുകൊണ്ട് ആയിഷമ്മ ബീബിക്ക് ഒരു സലാം പറയാൻ, അവിടുത്തെ കൈയൊന്ന് പിടിച്ച് മുത്തം വെക്കാൻ എന്റെ ഉമ്മ പെങ്ങന്മാരെ നമുക്കൊക്കെ ആശയില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. ആരാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ? സുബ്ഹാനല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാപ്പ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണത്? ഈ ഉമ്മത്തിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി കഴിഞ്ഞാൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തിരിക്കുന്ന മഹാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഒന്നാം സ്ഥാനം. അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ വഅവ്വലു മൻ യുഹ്ശറു മഈ യൗമൽ ഖിയാമത്തി അബൂബക്കർ. പ്ലാസ്റ്റിക്കിന്റെ കടലാസും കൂടുവാണോ മക്കളെ? ആണെങ്കിൽ സാധനം കൊടുക്കുന്നതിന്റെ കൂടെ ഒരാൾ പുറകിൽ കാലി ക്ലാസ് വാങ്ങാനും കൂടി നിശ്ചയിക്കണം. ഡിസ്പോസിബിൾ ഗ്ലാസ് കുഴപ്പമൊന്നുമില്ല. കൊടുക്കുന്നതിൻ്റെ ബാക്കിൽ ഒരാൾ ഏതുമായിട്ട് പോകണം? കുടിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് വാങ്ങാൻ വേണ്ടി പോകണം. കുടിക്കുന്ന ആൾക്കാർ അത് കുടിച്ചു കഴിഞ്ഞോളും അവിടെ നിലത്തിടാൻ നിൽക്കണ്ട, കുറച്ചേരം കൈ പിടിച്ചിരുന്നോളി. അത് വീട്ടിലായാലും നാട്ടിലായാലും റോട്ടിലായാലും ഒക്കെ നിയമം ബാധകമാണ്. നമ്മുടെ ഭൂമി നമുക്ക് ജീവിക്കാനുള്ളതാണ്, അതിനെ നാം തന്നെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളുമൊക്കെ വളരെ കരുതലോട് കൂടെ ഉപയോഗിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞത്. നമ്മൾ ഈ ബൈക്കുമ്മ പോണ ആൾക്കാർ തലയിൽ വെക്കാനുള്ള ഒരു തൊപ്പി, അതിനെന്താ പറയല്? ആക്സിഡന്റോ? ഹെൽമറ്റ്. ആക്സിഡന്റ് നല്ലല്ലേ? അപ്പൊ അതാണ് ആക്സിഡന്റ് വരുമ്പോ കാവലിന് വെക്കാൻ വേണ്ടി പറഞ്ഞതാണിത്. ഏത്? അല്ലാതെ പോലീസുകാർക്ക് കൈക്കൂലി വാങ്ങാനും എഴുതാനും ഉള്ളതല്ല തൊപ്പി വെക്കലാണ്. നമ്മളെ തലക്ക് കാവലായിട്ട് പറഞ്ഞതാണ്. ഡ്രൈവിംഗ് സീറ്റിലും ഫ്രണ്ട് സീറ്റിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഒരു ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞത് നമുക്ക് ഫൈൻ ഇടാൻ വേണ്ടി പറഞ്ഞതല്ല. അതെന്തിനു പറഞ്ഞതാ? നമ്മളെ തടിക്ക് കാവലിന് വേണ്ടി പറഞ്ഞതാണ്. നിന്റെ വണ്ടിക്ക് മുന്നിലെ സീറ്റിലും മറ്റൊക്കെ ബെൽറ്റ് ഉണ്ട്. അപ്പം നാൾ നോക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് പോലീസുകാരൻ കൈ കാണിച്ചു. അതിന് 200 രൂപ ഫൈൻ എഴുതി. ഡ്രൈവറിൻ്റെ മുഖത്ത് നോക്കി പൈസ കൊടുത്തോളാം അറിയാം. കാരണം ബിൽറ്റുള്ള വണ്ടിക്ക് 10,000 രൂപ ഏറെയാണ്. ആ 10,000 നമ്മൾ കൊടുക്കണം. ഇപ്പം ബിൽറ്റ് ഇടാത്തതിന് നമ്മൾ കൊടുക്കണം. രണ്ടും കൂടി നടക്കുമല്ലോ. ഒറ്റ വട്ടം 200 ഓൻ്റെ കീസിൽ നിന്നാണ് പോയപ്പോൾ ഇപ്പോൾ മറക്കലേ അല്ല. അന്ന് ആ 200 ഞാൻ കൊടുത്തേക്കണമെങ്കിൽ എത്ര 200 കൊടുക്കേണ്ടി വരുന്ന അറിയും. അപ്പം ഞാനിത് ഓർമ്മപ്പെടുത്തിയത് എന്തിനാ? അവസരം വരുമ്പോൾ മക്കളായാലും ശിഷ്യന്മാരായാലും അനുജന്മാരായാലും ആരായാലും ഉണർത്തേണ്ട കാര്യങ്ങൾ ക്രമാനുസൃതം ഉണർത്തിപ്പോരണം. ഒരു കാര്യത്തിന്റെ ഗൗരവം പറയേണ്ടടുത്ത് ഗൗരവം പറയണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഏറ്റവും വലിയ നേതാവ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആയിഷ ബീവിന്റെ ഉപ്പ. ആയിഷ ബീവിയുടെ വല്യപ്പേരാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. കുറച്ച് പ്രായമായപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയായി അബൂ ഖുഹാഫ. അപ്പൊ വാപ്പയും സ്വഹാബി, വല്യപ്പയും സ്വഹാബി, രണ്ടാളും സ്വർഗത്തില്. ഇനി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുടുംബം നമ്മൾ പറയാം. ഒരു കുടുംബം ഇങ്ങനെ പറയുമ്പോൾ നോക്കാം, വാപ്പിയും വല്യപ്പയും സ്വഹാബിയാണ്. ഇനി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാരാ? ബീബി ഉമ്മു റുമ്മാൻ. ആയിഷ ബീബിയുടെ ഉമ്മയെ പറ്റി പഠിക്കണം സഹോദരിമാര്. സുബ്ഹാന ജല്ല ജലാലു. ബീബി ഉമ്മു റുമ്മാൻ. യാ റബ്ബ്, പേരൊക്കെ പഠിച്ചു വെച്ചോളൂ. ചില നല്ല പേര് കേൾക്കുമ്പോൾ അവിടെ ഓർമ്മിച്ചു വെച്ചാലേ കുട്ടികളുണ്ടാകുമ്പോൾ പേരിടാം. മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മാന്റെ പേരുണ്ട് ബീവി ഉമ്മുൽ ഖൈർ, ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ.
നല്ല നല്ല പേരുണ്ടാകുമ്പോൾ പഠിച്ചു വെച്ചാൽ മതി. മറ്റേ കുട്ടി ഉണ്ടായതിൻ്റെ ശേഷം എന്നോടൊരു ചങ്ങായി ചോദിച്ചു, ഒരു ബർക്കത്തായിക്കോട്ടെ. അപ്പോ ബീവി ഉമ്മു റുമ്മാൻ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് ഉമ്മു റുമ്മാൻ. നമ്മൾ പേരുകളൊക്കെ നല്ലോണം പഠിച്ചു വെച്ചാലേ കുട്ടികളുടെ. ഇന്നാൾ ഒരു ചങ്ങായി എന്നോട് പേര് വെച്ചു, പഠിച്ചോ ഞാൻ ഒരു പേര് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ഇവിടെ വീട്ടിലുണ്ട്. രണ്ടാമത്തെ പറഞ്ഞു അത് ഭാര്യ വീട്ടിലുണ്ട്. മൂന്നാമത്തെ ഉണ്ട് അത് അയൽവാക്കത്തുണ്ട്. നാലാമത്തെ ഒന്ന് പറഞ്ഞു കൊടുത്തു, അത് ഇവിടെ എപ്പോഴും കേൾക്കണ പേരാണ്. ഇനി എന്ത് ചെയ്യും? 4 എണ്ണം പറഞ്ഞു കൊടുത്ത് നോക്കുമ്പോൾ എനിക്ക് ക്ലിക്കായില്ല. അപ്പം ഞാൻ 2 എണ്ണം കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ എല്ലാവരും വിളിച്ചണ പേരാണ്. അപ്പോഴേക്ക് എനിക്കിങ്ങനെ വിരൽ തുടങ്ങിക്കണ മറ്റേ ആളെ. പിന്നെ ഞാനത് കാണിച്ചില്ല. ഞാൻ 10 എണ്ണം പറഞ്ഞു. 10 എണ്ണം പറഞ്ഞപ്പോഴും അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഏതായാലും ആയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 എണ്ണം കൂടി പറഞ്ഞു കൊടുത്ത് 12 തേഞ്ഞു. മാലിക്കുന്നതിനാലും 12 ആളുമാണ്. അപ്പോൾ 12 തേഞ്ഞു. അപ്പോഴൊന്നും ഓന് പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, എന്നാൽ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ള അല്ല, ഇവർക്ക് ഇത് എവിടെ ഇല്ലാത്തത് പറയണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെന്താ ചെയ്യാം? അപ്പം ഇപ്പം കുട്ടിയൊക്കെ പേരിടുമ്പോൾ പഴയ കാലത്തെ മാതിരി അല്ല എന്നാ പറയണത്. ഉമ്മാൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ബാപ്പാൻ്റെ പേരിൻ്റെ അവസാനത്തിൽ, അങ്ങനെയൊക്കെ പാടെ കൂട്ടിയെടുത്തുങ്ങാണ്ടൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ പേരിടുന്നത്. ഞമ്മക്കൊന്നും ഇട്ട മാതിരിയല്ല. അപ്പം ഉമ്മാൻ്റെ പേര് സെറീന, ബാപ്പാൻ്റെ പേര് കുഞ്ഞുമൂസ. ഇതിൻ്റെ സാന്ന് കൊടുത്ത് മറ്റീൻ്റെ മൂസാന്ന് കൊടുത്ത് കുട്ടിക്ക് ഇട്ട് നോക്കുമ്പോൾ സമൂസ എന്നാ പേര്. എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു അപകടത്തിലോ പെട്ടെന്നൊക്കെ ഒരു വാർത്ത കേട്ടിങ്ങാണ്ട് മരിച്ചു പറ്റുള്ളതെന്നോ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ദ്വാർക്കാൻ പറ്റുമോ പറ്റൂല എന്ന് പേര് നോക്കിയാൽ തിരിയാണ്ടേ. സാൻവാസ് സൂട്ട് കേസ് എന്നൊക്കെയല്ലേ കുട്ടികളെ പേര്. എന്ത് ചെയ്യും? സംഗതി എന്തായാലും ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, വിവരവും കാര്യം നോക്കില്ലെങ്കിലും പേര് ഭയങ്കര. ഇസ്സുദ്ദീൻ, സലാഹുദ്ദീൻ, ജലാലുദ്ദീൻ, കമാലുദ്ദീൻ അല്ലേ? നിങ്ങൾ നോക്കേണ്ട ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരുടെ പേര് നല്ല ഗംഭീരമാണ്. അപ്പം അതിലൊരു പഴയ പാരമ്പര്യം ഒരു കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ബീബി ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ആരാണ്? ബീബി ഉമ്മു റുമ്മാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചരിത്രത്തിൽ ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹയെ പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രഹസ്യങ്ങൾ സൂക്ഷിച്ച മറ്റൊരു ഉമ്മ ചരിത്രത്തിലില്ല. അത്ര പ്രധാനപ്പെട്ട ബീവിയാണ്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീനി ദഅവത്തിന്റെ ആദ്യ കാലഘട്ടം എതിർപ്പുകളേ ഉള്ളൂ, ആക്ഷേപങ്ങളേ ഉള്ളൂ, കൂക്കുവിളിയേ ഉള്ളൂ. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അബൂലഹബും എല്ലാ ആളുകളും നബിതങ്ങൾക്കെതിരെ, എല്ലാവരും നബിതങ്ങൾക്കെതിരെ അല്ലേ? അബൂജഹലിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ട് പണ്ട് ബദർ പടപ്പാട്ടുണ്ടായിരുന്നില്ല. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയളുന്തിരിബാസ് ചമൈന്ത്. പടച്ചോനെ, അബൂജഹൽ ബദറിലേക്ക് പോയ രംഗം ബദർ പടപ്പാട്ടിൽ എന്താ? അബൂജഹൽ എന്ന് പറഞ്ഞാൽ പടച്ചോനെ എന്ത് ജാതി ഫിത്തനുള്ള ആളാണ്, എത്ര വലിയ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഇനി അബൂജഹലിനെ പറ്റിയൊന്നും പടപ്പാട്ടൊന്നും ഇല്ലല്ലേ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എവിടെയില്ല. പണ്ട് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പാട്ട് പാടലുണ്ടേനി, അതും കൂടി ഇല്ല. ഉണ്ടോ? പുതിയാപ്പിള ഇറങ്ങുമ്പോണ്ടേനി ഒരു മറ്റേ ഇതുകൊണ്ട് മുട്ടിയിട്ട് ഒരു കാളത്തും ഇങ്ങനെ മുട്ടിയിട്ട് ഒരു പാട്ട് പാടില്ല. പിന്നെ പാട്ട് പോയിട്ട് അത് പാടിയ പാട്ട് കാസറ്റ് പൊടിച്ചിട്ട് അത് വെക്കലായി, അങ്ങനെ കാസറ്റ് പാടലായി. അങ്ങനെ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി കാസറ്റിൽ പിടിച്ചു വെച്ച്, പുതിയാപ്പിള പാട്ട് കാസറ്റിൻ്റെ ഒരു ഭാഗത്തും ബദർ പടപ്പാട്ട് കാസറ്റിൻ്റെ ഈ ഭാഗത്തും. അങ്ങനെ പുതിയാപ്പിള കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി പെന്തലിലൊക്കെ ഇങ്ങനെ റെഡിയായി പുറപ്പെടാൻ നേരത്തെ നിന്ന് ആ പാട്ട് വെക്കുകയാണ്. പാട്ടാണ് വെച്ച് നോക്കുമ്പോൾ പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. പുതിയാപ്പിള പോകുമ്പോഴാണ് ഈ അബൂജാഹിൽ അറിയുന്നത്. പിന്നെ അങ്ങനെയാണ് ആ കാസറ്റ് പാട്ടും പോയി നാട്ടിൽ നിന്ന്. അപ്പം ഞാൻ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കേണ്ടത്, ഇതൊക്കെ നേരം മിഞ്ഞാന്ന് കഴിഞ്ഞ സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അടക്കമുള്ള വിരോധികൾ നിറഞ്ഞു നിൽക്കുന്ന കാലം. അക്കാലത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൃദയം അറിഞ്ഞ് നബി തങ്ങൾക്ക് അങ്ങോട്ടും സിദ്ദീഖ് തങ്ങൾ ഇങ്ങോട്ടും അങ്ങനത്തെ ഒറ്റ കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ. അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്. നബി തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും സിദ്ദീഖ് തങ്ങളോടാണ് സംസാരിക്കുന്നത്. എല്ലാ ഹിക്മത്തുകളും സിദ്ദീഖ് തങ്ങളെ കൂട്ടിയിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. എല്ലാ പ്ലാനുകളും പദ്ധതികളും ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചു നിൽക്കുന്ന പെണ്ണ് ബഹുമാനപ്പെട്ട ബീവി ഉമ്മു റുമ്മാൻ. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഒരു രഹസ്യം കിട്ടിയാൽ അവർക്ക് സൂക്ഷിക്കാൻ കഴിയൂല. അതീവ രഹസ്യമായ കാര്യം ആരോട് പറയരുത്? അത് പെണ്ണുങ്ങളോട് പറയരുത്. അത് അന്തസ്സുള്ള ആണുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്താണ് ഇപ്പോൾ സ്ഥിതി എന്നുള്ളത് മുഴുവൻ പറയണ്ട. അവർ ഒത്തൊപ്പിച്ചിങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്തുകൊണ്ട്? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പനി കടം കൊടുക്കില്ല. മനസ്സിലായോ? ആരും അവനോട്ട് കടം തിരിമറി വെച്ചാലും കൊടുക്കരുത്. പൂട്ടാനായ കച്ചവടമാണെന്ന്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? രോഗം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, ക്ഷീണം ഉണ്ടാവും, മറ്റുണ്ടാവും, ക്ഷേമം ഉണ്ടാവും, ക്ഷാമം ഉണ്ടാവും. ഇല്ലേ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുറ്റമല്ലാതെ എന്താ കാര്യം? അവരെ ഹൃദയം വളരെ ലോലമാണ്. ഒരു വിഷയം മനസ്സിൽ കിട്ടിയാൽ അത് പറയാതെ സൂക്ഷിക്കാൻ അവർക്ക് കഴിയൂല. അതാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾക്ക് വല്ല വിഷയം പറയുകയാണെങ്കിൽ സന്തോഷമാണെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ കിട്ടും. കിട്ടൂലേ? ദുഃഖമാണെങ്കിൽ അതിൻ്റെ ബാഗ് കിട്ടും. വേറെ വല്ല വിഷമമാണെങ്കിൽ വാതിൽ തുറക്കണതിന് മുമ്പ് തന്നെ കിട്ടും. അത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലിക്ക് എന്താണ്? അത് സൂക്ഷിക്കാൻ കഴിയൂല. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണതുണ്ടെങ്കിൽ അത് മുഖം നോക്കിയാൽ വേഗം മനസ്സിലാവും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഇല്ലേ? അത് വേഗം ഓലിരുന്ന് കള്ളി പൊളി. അതെന്തുകൊണ്ടാ? സ്ത്രീകളെ മനസ്സങ്ങനെയാണ്. അവരെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏർപ്പാടിന് പടക്കപ്പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത രീതി അതാണ്. അതുകൊണ്ട് അവരെ അതിന് കുറ്റപ്പെടുത്താൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹ നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളും പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉമ്മു റുമ്മാന്റെ കയ്യിലുണ്ട്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി തങ്ങൾക്ക് ഉള്ളു തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരേ ഒരാള് ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയും സംസാരിക്കുന്ന മുഴുവൻ സംസാരങ്ങളും അന്ന് നബി തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അന്ന് നബി തങ്ങൾക്ക് സിദ്ദീഖ് തങ്ങൾ അഭയം കൊടുക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച ആളാണ് ഉമ്മു റുമ്മാൻ. പക്ഷേ ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ഒരു രഹസ്യവും ആർക്കും ചോർത്താൻ സാധിച്ചിട്ടില്ല. വലിയ ചരിത്രമുള്ള ഉമ്മയാണ് ആയിഷ ബീബിന്റെ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയോ? മൻ സറഹു അൻ യൻദുറ ഇലാ ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന ഫൽയൻദുർ ഇലാ ഉമ്മി റുമ്മാൻ. സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന സഹോദരിയെ നിങ്ങൾക്ക് കാണണോ? സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സഹോദരിയെ നിങ്ങൾക്ക് കാണണോ? ഉമ്മു റുമ്മാനെ നോക്കിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാപ്പ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിൽ. ഇല്ലേ? വല്യപ്പ അബൂ ഖുഹാഫ സ്വഹാബിയാണ്, സ്വർഗാവകാശി. ഉമ്മ സ്വഹാബിയത്താണ്, സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച ഉമ്മയാണ്. ഇനി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളെ ആരാ? അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. പടച്ചോനെ, എത്ര വലിയ പ്രമുഖനായ ചരിത്രമുള്ള സ്വഹാബിയാണ്. ആങ്ങളെയും സ്വഹാബി, സ്വർഗാവകാശിയാണ്. ഇനി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു കുടുംബമാകുമ്പോ ഉമ്മ, വാപ്പ, വല്ലിപ്പ, അല്ലേ, ആങ്ങള, സുബ്ഹാൻ. ഇനി ആയിഷ ബീബിക്ക് ഒരു ഇത്താത്തയാണ്, ജ്യേഷ്ഠത്തി. ആരാണ്? ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തിയ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അസ്മാ ബീബിയോ? അസ്മാ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗം സമ്പാദിക്കുന്നതിന് വേണ്ടി മാതൃക സൃഷ്ടിച്ച ഉമ്മയാണ്. സുബ്ഹാന ജല്ല ജലാലു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബി വളരെ ദാരിദ്ര്യം പിടിച്ച സമയം, കഷ്ടപ്പാടിന്റെ സമയം, വിഷമമുള്ള സമയം, പ്രയാസമുള്ള സമയം, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്വത്തും കയ്യിലില്ല, യാതൊരു വരുമാന മാർഗവുമില്ല. ഒരു ഒട്ടകവും ഒരു പെൺകുതിരയും മാത്രമാണ് കയ്യിലുള്ള സമ്പാദ്യം, മറ്റൊന്നും സമ്പാദ്യമില്ല. സുബ്ഹാനല്ലാഹ്. അസ്മാ ബിബി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങൾ ആരാ? സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ വലിയ പണക്കാരനല്ലേ, വലിയ പ്രമുഖനല്ലേ. ആ പ്രമുഖ തറവാട്ടിൽ വളർന്ന ആളാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ആ തറവാട്ടിലെ പെണ്ണിനെയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആകുന്ന സാധാരണക്കാരായ, ഏതുകൊണ്ട്? സാമ്പത്തികം കൊണ്ടും മറ്റുമൊക്കെ പറ്റ തളർന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്.
ബഹുമാനപ്പെട്ട അസ്മാ ബിബി റളിയല്ലാഹു അൻഹാ വാപ്പയും ഉമ്മയും തെരഞ്ഞെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെട്ട് കെട്ടിച്ചു കൊടുത്ത ഭർത്താവ്, ആ ഭർത്താവിന്റെ കൂടെ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പൊരുത്തപ്പെട്ട് സന്തോഷിച്ച് നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ ഉമ്മമാരെ നിങ്ങളൊക്കെ പഠിക്കണം. നമ്മൾ കല്യാണം കഴിച്ച വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും, ചിലപ്പോൾ വിഷമം ഉണ്ടാകും, ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാത്ത സമയം ഉണ്ടാവും, വരുമാനം കുറഞ്ഞ സമയം ഉണ്ടാവും. ലഗേജ് നോക്കിങ്ങാണ്ടേ ഗൾഫിൽ നിന്ന് ഭർത്താക്കന്മാർ വരുമ്പോണ്ടല്ല, ആ ലഗേജുമൊക്കെ നോക്കിങ്ങാണ്ട് ചിരിക്കാൻ നിൽക്കണ്ട. ലഗേജുമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ നമ്മൾ. പടച്ചോനെ, ഓൻ പോയിട്ടാകെ 4 മാസമായിട്ടുള്ള ജീപ്പിന്റെ മുകളിൽ ലഗേജ് ഇങ്ങനെ കെട്ടിയത് കണ്ടപ്പോൾ അസൂയപ്പെട്ട് കാര്യമില്ല. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്കറിയോ? ഞങ്ങളെ മൂല്യന്മാർക്കുണ്ടാ പെടല്. ഒരാരിങ്ങനെ മാസത്തിലൊരിക്കലാണ് ഉസ്താദ് നാട്ടിലേക്ക് വരല്. സാധാരണ ഉസ്താദ് വരുമ്പോൾ മൂപ്പത്തിനെ വാതിലൊക്കെ മുട്ടി വിളിച്ചിട്ട് വേണം കിട്ടണമെങ്കിൽ. ഒരു ദിവസം നോക്കുമ്പോൾ മൂപ്പര് വരുമ്പോണ്ട് വലിയൊരു ബാഗ് വെച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ വേഗം വാതിൽ തുറന്ന് ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ചെന്ന് നമുക്കൊന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് വാതിലൊക്കെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ടൻ ചായ വേണ്ടത്, തണുത്ത വെള്ളം വേണ്ടിയെന്നൊക്കെ ചോദിച്ചു വലിയ സന്തോഷത്തിൽ ബാഗ് കണ്ട ഊക്കിൽ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്കെന്നാ ഒരു കട്ടൻ ചായ ആയിക്കോട്ടെ. കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ ഓള് പോയപ്പോൾ മൂപ്പരൊന്ന് ബാത്റൂമിൽ പോയി. അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളല്ലേ, ഓരോ മനസ്സിനൊരു സമാധാനം കിട്ടൂല. അപ്പോൾ ഈ സഞ്ചിയിൽ ബാഗിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയിൻ ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കി. പടച്ചോനെ, പള്ളിക്കന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ പായും പുറപ്പൊക്കെ ആയിട്ട് വരികയാണ്. കണ്ടങ്ങൾ ലഗേജ് കണ്ടും നിൽക്കണ്ട. ഗൾഫിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴേ ലഗേജ് കണ്ടും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് അവിടുന്ന് മുതലാളി പിരിച്ചു വിട്ടിട്ട് പഴയ സാധനങ്ങളൊക്കെ പാടെ കയറ്റി പോരാണോ എന്ന് അറിയണ്ട. ഓ പ്രിയപ്പെട്ടവരെ, ഹൃദയവും നടന്നുകൊണ്ട്, അതാണ് ബിൽ മവദ്ദ എന്ന് പറഞ്ഞത്. സവ്വജ്തുക എന്ന് പറയുമ്പോൾ ഇണയാക്കി തന്നു. ആ ഇണയാക്കൽ എങ്ങനെയാണ്? മനസ്സും തമ്മിൽ കോർത്തിണക്കുകയാണ്. ഹൃദയവും തമ്മിൽ അടുപ്പിക്കുകയാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കണ്ണാടി, ആ കണ്ണാടിയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭർത്താവ്, ഭാര്യ, ആ ഒരു സന്തോഷമുണ്ടോ? അസ്മാ ബിബി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങളെ കുടുംബത്തിൽ നല്ല കുലീനയായി വളർന്ന പെണ്ണാണ്. നല്ല സന്തോഷത്തോടുകൂടെ വളർന്നിരിക്കുന്ന ചെറുപ്പക്കാരിയാണ്. പക്ഷേ സുബൈർ ബിൻ അവ്വാം തങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ കുടുംബത്തിന്റെ ജീവിതത്തിന് ബഹുമാനപ്പെട്ട അസ്മാ ബീവി നല്ല പോലെ അധ്വാനിച്ചു ഭർത്താവിന്റെ കൂടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഒരൽപ്പം പറമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ദാനമായിട്ട് കൊടുത്തു. അവർക്ക് അവിടെ ചെറിയ ഈത്തപ്പഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ ഒപ്പം ജോലിക്ക് വേണ്ടി ഭാര്യയും പോകും പറമ്പിലേക്ക്. ഈത്തപ്പഴമരങ്ങൾ നട്ടുപിടിപ്പിക്കും. ആ പറമ്പിൽ നല്ല പോലെ കൊത്തും, കളക്കും, വെള്ളം നനക്കും, എല്ലാം ഭർത്താവിന്റെ കൂടെ ഭാര്യയും. സുബ്ഹാനല്ലാഹ്, അസ്മാ ബിബി റളിയല്ലാഹു അൻഹാ സിദ്ദീഖ് തങ്ങളെ മകളല്ലേ, നല്ല തറവാടിത്തത്തോടെ പിറന്ന പെണ്ണല്ലേ, അത്യാവശ്യമായ സാമ്പത്തിക സന്തോഷത്തിൽ വളർന്ന സഹോദരിയല്ലേ. പക്ഷേ വാപ്പ തെരഞ്ഞെടുത്തു കൊടുത്ത ഭർത്താവ്, ഉമ്മ തെരഞ്ഞെടുത്തു കൊടുത്ത ഭർത്താവ്, മുത്തുനബി തങ്ങൾ ബാറക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ച ഭർത്താവ്, ആ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പൊരുത്തപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ആ ഈത്തപ്പഴങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പറമ്പിൽ വെള്ളം നനക്കാനും അതിന് കൊത്താനും കളക്കാനും എല്ലാറ്റിനും ഒരിക്കൽ നബി തങ്ങൾ തന്നെ സങ്കടപ്പെട്ട രംഗമുണ്ടായി. അതെന്താ? ബഹുമാനപ്പെട്ട അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ഈത്തപ്പഴങ്ങൾ താഴെ വീണതും മറ്റുമൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ഒരു കുട്ടിച്ചാക്കിൽ, ഒരു ചാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട്, ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കുന്നത് പെറുക്കി കൂട്ടിയിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ഒരു ചാക്കും തലയിലേറ്റിയിട്ട് മരുഭൂമിയിലൂടെ നടന്നു വരുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖനായ സ്വഹാബി, വലിയ പണക്കാരൻ, നബി തങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ഒരു ചാക്ക് നിറയെ ഈത്തപ്പഴം ചുമന്നിട്ട് ആ ചാക്കും തലയിൽ വെച്ചിട്ട് വിയർത്തൊഴുക്കി ഇങ്ങനെ വരുന്ന കാഴ്ച കണ്ടപ്പോൾ നബി തങ്ങൾ ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരിക. റസൂലുള്ളാഹി തങ്ങൾ അസ്മായുടെ അടുത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, അസ്മാ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളി അങ്ങ് കേട്ടപ്പോൾ തലയിൽ ഓടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ചെയ്തപ്പോൾ
അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ലജ്ജയോട് കൂടെ വളരെ ലജ്ജിച്ചിങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അസ്മാ, നിങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് പോണോന്ന് ചോദിച്ചു. ഈ ഒട്ടകപ്പുറത്ത് പോകുന്നോന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഒരു പെണ്ണ് എന്ന നിലയ്ക്ക് എന്റെ ലജ്ജ, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ ലജ്ജയോട് കൂടെ ഞാനതിന് സമ്മതം കൊടുത്തില്ല, സമ്മതം മൂളിയില്ല. മറ്റൊന്ന്, എന്റെ ഭർത്താവിനോട് ഞാനിങ്ങനെ ഒട്ടകപ്പുറത്ത് പോകാൻ സമ്മതം ചോദിച്ചിട്ടില്ലല്ലോ. ഭർത്താവിന്റെ പൊരുത്തവും എന്റെ പെണ്ണ് എന്ന നിലയ്ക്ക് എന്റെ ലജ്ജയും കൂടി ചേർന്ന് വന്നപ്പോൾ ഞാൻ നബി തങ്ങളോട്, നബിയേ, ഞാൻ നടന്നോളാം. നടന്ന് ഈത്തപ്പഴത്തിന്റെ ചാക്കുമേറ്റിട്ട് നടന്ന് വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനിന്ന് ചാക്ക് ഇങ്ങനെ തലയിലേറ്റിട്ട് വരുമ്പോ നബിതങ്ങൾ എന്നെ കണ്ടുപോയി. നബിതങ്ങൾ എന്നോട്, അസ്മാ, നീ ഒട്ടകപ്പുറത്ത് പോകുന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ നബിതങ്ങളോട് ഈ മറുപടി പറഞ്ഞു. ആ സമയത്ത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്, നീ ആ ഒട്ടകപ്പുറത്ത് പോയിരുന്നെങ്കിൽ എനിക്കതെങ്ങനെ സന്തോഷക്കുറവുണ്ടാകുമോ? ചോദിച്ചത് മുത്തുനബിയല്ലേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുന്നത്, ഒരു പെണ്ണിന്റെ മനസ്സിൽ ഒരു കടുക് മണി, എപ്പോഴും ഒരു കടുക് മണിയുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭർത്താവിന്റെ ഒരു സമ്മതം വാങ്ങുന്നത്, ഭർത്താവിന്റെ ഒരു സന്തോഷം സ്വീകരിക്കുന്നത്, ഓ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിതം നയിക്കുക എന്നത് എത്ര പ്രതിഫലമുള്ളതാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 90. നബിതങ്ങൾ വഫാത്തായ ശേഷം വീണ്ടും ദീർഘകാലം ജീവിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ഭരണകാലത്ത് അസ്മാ ബീവിക്ക് വയസ്സ് 90 എത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഊരിപ്പിടിച്ച വാള് കൊടുത്തിട്ട് ഹജ്ജാജിനോട് യുദ്ധം ചെയ്യാൻ അസ്മാ ബീവി പറഞ്ഞയക്കുന്നത്. യാ അല്ലാഹ്, അസ്മാ ബീവിന്റെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ മങ്ങി തുടങ്ങിയ സമയത്ത് മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ വിളിച്ചിട്ട് വാളിങ്ങനെ ഉരസി മൂർച്ച കൂട്ടിയിട്ട് നല്ല പ്രകാശിക്കുന്ന വാളാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലിയിട്ട് വാള് കയ്യിൽ കൊടുത്തിട്ട് യുദ്ധത്തിന് പോകാൻ ഉമ്മ സമ്മതം കൊടുത്തു വിട്ട ആ ഉമ്മയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി അസ്മാ. സഹോദരിമാരെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തറവാടിത്തം കൊണ്ടും മറ്റെല്ലാം കൊണ്ടും സ്വർഗം ഉറപ്പല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയല്ലേ. മുസ്ലിം ലോകത്തിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അതല്ലേ ആയിഷ ബീവി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18ാമത്തെ വയസ്സിൽ വഫാത്തായ ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായപ്പോൾ നബി തങ്ങളെ ഭാര്യമാരുടെ എല്ലാ സംരക്ഷണവും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു കൊടുത്തു. നബി തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ മറ്റാർക്കും കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ എല്ലാ ഭാര്യമാരുടെയും വീട് നന്നാക്കി കൊടുത്തു. 1, അവർക്കൊക്കെ യാത്ര ചെയ്യാൻ ഒട്ടകത്തെ വാങ്ങിക്കൊടുത്തു. 2, അവർക്കൊക്കെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യാൻ ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു കൊടുത്തു. 3, അവർക്ക് വർഷത്തിൽ ഹജ്ജിന് പോകാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. 4, റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് മദീനത്ത് നിന്ന് എപ്പോഴും വേണമെങ്കിലും പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു. 5, ഇങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്തു കൊടുക്കുന്നത്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താണ് ചെയ്യുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഇൽമ്, ഹദീസുകൾ അത് നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് 3 വിധത്തിലാണ്. 1, ആയിഷ ബീബിന്റെ വീട്ടിലൊരു മറ ഇങ്ങനെ കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ സ്വഹാബാക്കൾ ഇരിക്കും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്താണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സ്വഹാബാക്കൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സ്വഹാബാക്കൾക്കിടയിലുള്ള എല്ലാ തർക്ക വിഷയങ്ങൾക്കും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബാക്കളെ മുഴുവനും ഹദീസ് പഠിപ്പിക്കുന്നു ബീബി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയവർക്കുള്ള ക്ലാസ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സഹോദരിമാർക്കുള്ള ക്ലാസ് ഉണ്ട്. സ്ത്രീകൾക്ക് മുഴുവനും ഏതൊരു മസ്അലയിൽ പെണ്ണുങ്ങൾക്ക് സംശയമുണ്ടോ
അവരെ സ്വകാര്യ ജീവിതത്തിന്റെ, പ്രസവത്തിന്റെ, പ്രസവാനന്തര ശുശ്രൂഷയുടെ എന്ന് വേണ്ട മുലകുടി ബന്ധത്തിന്റെ, അതുപോലെ തന്നെ രക്തബന്ധത്തിന്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള കാര്യങ്ങൾ, സ്വത്ത് തർക്കത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉമ്മമാർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരുന്നു. അവർക്കൊക്കെ ആയിഷ ബീബിയാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ്. മൂന്നാമത് ആയിഷ ബീബിക്ക് ഒരു വല്ലാത്ത സംഗതി ഉണ്ട്. എന്താ? ആയിഷ ബീബിക്ക് മക്കളില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താണ് ചെയ്യുന്നത്? കുടുംബത്തിലുള്ള ചെറിയ മക്കളെ മുഴുവനും പോറ്റി വളർത്താൻ ആയിഷ ബീബി ഏറ്റെടുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് കുടുംബത്തിൽ ആർക്ക് മക്കളുണ്ടായാലും ആ മക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഏറ്റെടുക്കുന്നതിന് പുറമെ മദീനയിൽ ഒരു ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ട് മക്കൾ യതീമായാൽ ആ അനാഥ മക്കളെ സംരക്ഷിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ കുട്ടികളെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വലുതായി വരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, കുട്ടികളെ വളർത്താൻ വേണ്ടി, മക്കളില്ലാത്തവർ വളർത്താൻ വേണ്ടി, പോറ്റാൻ വേണ്ടി ഏറ്റെടുക്കണേ. പോറ്റാൻ വേണ്ടി ഏറ്റെടുത്തത് ആൺകുട്ടിയാണെങ്കിൽ കുട്ടിക്ക് കുറച്ച് പ്രായപൂർത്തിയായാൽ പിന്നെ ഉമ്മാക്ക് അന്യപുരുഷനല്ലേ, കാണാൻ പറ്റുമോ? പെൺകുട്ടിയാണെങ്കിൽ അത് അന്യ പെണ്ണല്ലേ, വാപ്പാക്ക് കാണാൻ പറ്റുമോ? ഇവര് പോറ്റാൻ വേണ്ടി വാങ്ങിയതല്ലേ, പോറ്റിയത് കൊണ്ട് പോറ്റുകുട്ടിയാകുള്ളൂ, സ്വന്തം കുട്ടിയാകുമോ? ഇതിന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ ചെയ്യല്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറിയ യതീം മക്കളെ കിട്ടിയാൽ ആ യതീം മക്കളെ കുടുംബത്തിലുള്ള ആയിഷ ബീബിയുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ കൊണ്ട് ഈ കുട്ടിക്ക് മുല കൊടുക്കും. അങ്ങനെ ഈ ചെറിയ കുട്ടികൾ മുലകുടി ബന്ധത്തിലെ മകനോ മകളോ, മുലകുടി ബന്ധത്തിലെ ആങ്ങളെയോ പെങ്ങളെയോ ആക്കി തീർത്തിട്ട് ആ കുട്ടികളെ പോറ്റുന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ചുകൊണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ആ പരിപാലിക്കുന്ന കുട്ടികൾക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു. എപ്പോഴും അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കും ആയിഷ ബീബി. അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഉമ്മ പെങ്ങന്മാരെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ പമ്പേഴ്സ് ഇട്ടാണ് കൊടുത്താൽ എപ്പോഴേ കുട്ടി മൂത്രമൊഴിച്ചത്, എപ്പോഴേ കാഷ്ടിച്ചത്, അതിനെപ്പറ്റി പോലും നമുക്ക് ശ്രദ്ധ കുറഞ്ഞിട്ടില്ലേ? അല്ലേ? പമ്പേഴ്സിന്റെ ഒരു യുഗമാണ്. എൻ്റെ പേരിൽ നിന്നാൾ ഒരു കോഴി കാഷ്ടിച്ചപ്പോൾ ചെറിയ കുട്ടിയാണ് ഇപ്പ ആ കോഴിക്ക് പമ്പേഴ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കും കൂടി ഇങ്ങനത്തെ അത്രയും കാണാപ്പാടം പഠിച്ച സംഗതിയാണ് പമ്പേഴ്സ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പമ്പേഴ്സ് എപ്പോഴേ കുട്ടിക്ക് ഇട്ടുകൊടുത്തത്? സാധാരണ കുട്ടി ഒരു അപ്പിടുന്ന സമയം ആയോ, അപ്പിട്ടിട്ട് പിന്നെ അതിൽ കുട്ടി മൂത്രമൊഴിച്ചോ? നോക്കണ്ടേ പ്രിയപ്പെട്ടവരെ, തുറന്നു കിടക്കുന്ന ദ്വാരത്തിലൂടെ എത്രയെല്ലാം രോഗാണുക്കളാണ് ശരീരത്തിലേക്ക് കയറി വരുന്നത്. രോഗം പല വിധത്തിൽ കേൾവിയില്ലാതെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്കും പരിധി നോക്കണ്ടേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് ഇതിന് ഈ വക സംഗതികളൊന്നുമില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് ഇങ്ങനെ പമ്പേഴ്സും ആയിഷ ബീബിയാണ് കുട്ടികളെ കുളിപ്പിക്കുന്നത്, വസ്ത്രം അലക്കുന്നത്, ആയിഷ ബീബിയാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത്. മാത്രമല്ല നല്ല പോലെ ആയിഷ ബീബി കുട്ടികളെ പഠിപ്പിക്കും. ആയിഷ ബീബിക്ക് മക്കളില്ലല്ലോ, യതീമായ മക്കളെ പോറ്റുകയാണ്, കുടുംബത്തിലെ മക്കളെ പോറ്റുകയാണ്. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആയിഷ ബീബിക്ക് എന്തൊരു സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിരിക്കുന്ന രണ്ട് കുട്ടികൾ, ഒന്ന് റബീഅ്, മറ്റൊന്ന് ഖാസിം. ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളെ കൊണ്ടുവന്നാക്കി. ആ രണ്ട് കുട്ടികൾ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഭാഷ നല്ല ശുദ്ധിയുള്ള ഭാഷയാണ്, മറ്റേ കുട്ടികളുടെ മോശപ്പെട്ട ഭാഷയാണ്, സംസാരം അത്ര ക്ലിയർ ഇല്ല. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പരിശോധിച്ചു, എന്താണ് ഒരു വീട്ടിൽ നിന്ന് വന്ന രണ്ട് കുട്ടികൾക്ക് സംസാര ഭാഷയിൽ ഇത്ര വ്യത്യാസം? ആ സമയത്ത് നോക്കുമ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചിരിക്കുന്ന ഉമ്മ സ്വതന്ത്ര സ്ത്രീയാണ്, മറ്റേ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്ന അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രയല്ലേ ഭാഷശുദ്ധി ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ കുട്ടികളെ ഭാഷ, ആ കുട്ടികളുടെ സ്വഭാവം, ആ കുട്ടികളുടെ പെരുമാറ്റം, ആ കുട്ടികളുടെ വസ്ത്രധാരണ, ആ കുട്ടികളുടെ തജ്വീദ്, ആ കുട്ടികളുടെ ഖുർആൻ പാരായണം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുട്ടികൾക്കൊരു ഉസ്താദായി, കുട്ടികൾക്കൊരു ഉമ്മയായി. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗമുണ്ടെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ആയിഷ ബീവിയുടെ ഉമ്മ സ്വർഗത്തിലാണ്, ആയിഷ ബീവിയുടെ വാപ്പ സിദ്ദീഖ് തങ്ങൾ, ആയിഷ ബീവിയുടെ വല്യപ്പ അബൂ ഖുഹാഫ, ആയിഷ ബീവിയുടെ ആങ്ങള അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മ, എല്ലാം ആ കുടുംബം മുഴുവനും
സ്വർഗാവകാശികളാണ്. ദുനിയാവിൽ വെച്ച് തീരുമാനിക്കപ്പെട്ട കാര്യമല്ലേ? അങ്ങനത്തെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവ് നബി മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവർ, എന്നിട്ട് പോലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നാളെ ആഖിറത്തിലേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന അമൽ കണ്ടോ? ഉമ്മമാർ, വല്യമ്മമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, മക്കളെ പോറ്റുക എന്നത്, മക്കളെ സംരക്ഷിക്കുക എന്നത്, മക്കളെ കുളിപ്പിക്കുക എന്നത്, അവർക്ക് നല്ല ഡ്രസ്സ് ധരിപ്പിക്കുക എന്നത്, അവർക്ക് നല്ല നല്ല ഖിറാഅത്ത് പഠിപ്പിക്കുക എന്നുള്ളത്, അവർക്ക് നല്ല നല്ല ആശയം പഠിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു എത്ര പ്രതിഫലം തരുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ അത് പാടും, നല്ല പാട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അത് പാടും. ഞാൻ എൻ്റെ ഉമ്മ പങ്ങന്മാരോട് മക്കളെ പോറ്റിക്കൊണ്ട് സ്വർഗം വാങ്ങാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആ മക്കൾക്ക് ഭാഷ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുട്ടികൾക്ക് നല്ല ഉമ്മയായിട്ട് പഠിപ്പിക്കുകയാണ്. ഓ സഹോദരിമാരെ, നമ്മൾ ഓർമ്മിക്കണം, അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃക ചെറുതല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന് മുമ്പിൽ ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നാലോ, എൻ്റെ ഉമ്മപങ്ങന്മാര് ഓർക്കണം, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല രണ്ട് തരം കണ്ണുനീർ വെച്ചിട്ടുണ്ട്. ഒന്ന് സ്വർഗത്തെ ഓർത്തുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീർ, ഒന്ന് നരകത്തെ ഓർത്തുകൊണ്ട് ദുഃഖത്തിന്റെ കണ്ണുനീർ. നമുക്ക് രണ്ട് കണ്ണീര് വരുമല്ലോ അല്ലേ? അതെന്താ? ഭർത്താവ് ഗൾഫ് പോകാൻ, മകൻ ഗൾഫ് പോകാൻ, ആ പോണ സമയത്ത് ഉമ്മയും ഭാര്യയും ഒക്കെ കൂടിയിട്ട് ഒരു കണ്ണുനീരുണ്ട്. അതേതാ കണ്ണുനീര്? അത് ദുഃഖത്തിന്റെ കണ്ണുനീരാണ്. 2 കൊല്ലം 3 കൊല്ലം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പോ ഉമ്മാക്ക് മോനെ കാണായിട്ട് എപ്പോഴും പൊറുതിയോട് പറയും. ഭാര്യ പിന്നെ ഭർത്താവിനെ കാണായിട്ട് പൊറുതിയോട് ഇല്ലായിട്ടല്ല, പറയലില്ലല്ലോ. അപ്പോ രണ്ടാളും ആശിച്ച് നിൽക്കാൻ. പടച്ചോനെ മകൻ വരുന്നെന്ന് കേട്ടപ്പോ ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കാൻ. വരുന്നെന്ന് കേട്ട ശേഷം നമ്മളെ റോട്ടിൽ കൂടെ JCB പോയാലും ഉമ്മാന്റെ വിചാരം മകനെയും കൊണ്ടുവരികയാണ്. അത്ര ഉമ്മ കാത്തു നിൽക്കാം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഉമ്മ മകൻ വീട്ടിലേക്കാണ് കയറി വരുമ്പോൾ മകനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാന്റെ കണ്ണുനീര്, മകൻ പോകുമ്പത്തെ കണ്ണുനീര് ദുഃഖമാണ്, ഇപ്പത്തെ കണ്ണീര് സന്തോഷമാണ്. 2 കണ്ണുനീര് നമ്മളെ കയ്യിലുണ്ട്. അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റി ഓർക്കുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി ഓർക്കുമ്പോൾ, അള്ളാഹുവിന്റെ സ്വർഗത്തെ പറ്റി ഓർക്കുമ്പോൾ, അള്ളാഹുവിന്റെ നരകത്തെ പറ്റി ഓർക്കുമ്പോൾ, ഒരു ഭാഗത്ത് ദുഃഖത്തിന്റെ കണ്ണുനീർ, മറുഭാഗത്ത് സന്തോഷത്തിന്റെ കണ്ണുനീർ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 2 തരം കണ്ണുനീരുണ്ട്. ഹിസാബിന്റെ ആയത്ത് വരുമ്പോൾ ആയിഷ ബീബി കരയുകയാണ്. മഹ്ശറിനെ പറ്റിയും നരകത്തെ പറ്റിയും പറയുമ്പോൾ ആയിഷ ബീബി കരയുകയാണ്. സ്വർഗത്തെ പറ്റിയും അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റിയും പറയുമ്പോൾ ആയിഷ ബീബി സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുന്ന സമയത്ത് കരഞ്ഞ് 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 ഖുർആൻ ഓത്ത് കഴിഞ്ഞ് ആയിഷ ബീബി ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന വഴിയിൽ വെള്ളം ഇങ്ങനെ ഉറ്റു വീണിട്ടുണ്ടാകും. ഏതാണ് ആ വെള്ളം? ഖുർആൻ ഓതി കരഞ്ഞ കണ്ണുനീര് വസ്ത്രത്തിൽ നിന്ന് താഴെ ഇങ്ങനെ ഉറ്റി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ ഉമ്മപങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, നാം ശ്രദ്ധിക്കണം, നാം നല്ലപോലെ പരിശ്രമിക്കണം. അപ്പൊ നമ്മുടെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന് മുമ്പിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടക്കം ഖുർആൻ ഓതിക്കൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനുള്ളതാണ്. സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി തീരുമാനിച്ചതിന് എല്ലാ സംഗതികൾക്കും അള്ളാഹു തആല നമുക്ക് സ്വർഗം കിട്ടുന്ന അമലാണ്. അള്ളാഹുവിന്റെ ഖജനാവ്, റഹ്മത്തിന്റെ ഖജനാവ്, അള്ളാഹുവിന്റെ ബറക്കത്തിന്റെ ഖജനാവ്, അള്ളാഹുവിന്റെ ആഫിയത്തിന്റെ ഖജനാവ്, അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ഖജനാവ്, എല്ലാം ഖജനാവിൽ സൂക്ഷിച്ചതാണ്. വിലപിടിപ്പുള്ളതൊക്കെ എവിടെ വെക്കുക?
പ്രത്യേകം സൂക്ഷിച്ചു വെക്കും അല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നമ്മൾ ആഭരണം സിറ്റ് ഔട്ടിൽ വെച്ച് കണ്ടാ പോകുന്നത്. ആധാരമൊക്കെ എവിടെ വെച്ചിക്കണം? അതൊക്കെ ശരിക്കും സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഇപ്പൊ കുറച്ചും കൂടി സൂക്ഷിക്കണം. പടച്ചോനെ, നമ്മളെ കയ്യിലുള്ളതൊന്നും രേഖയല്ല എന്നാ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയണത്. ഏത് രാജ്യത്തിൽ കൂടെ നമ്മളെ പാസ്പോർട്ടായിട്ട് പോയാലും ഓലൊക്കെ നമ്മളെ ഇന്ത്യക്കാരനായി അംഗീകരിക്കുന്നുണ്ട്. നമ്മളെ ഗവൺമെന്റ് നമ്മളെ ഇന്ത്യക്കാരനായി അംഗീകരിക്കണമെങ്കിൽ ഇനി വേറെ കുടലേ കടലാസ് വേണം. നമ്മളടുത്ത് എന്തൊക്കെ കടലാസ് ഉണ്ട്? സ്കൂൾ പഠിച്ച പേപ്പറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മളടുത്ത് റേഷൻ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? പിന്നെ ആധാർ കാർഡ് ഉണ്ട്. പടച്ചോനെ, ആധാറൊക്കെ കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടത് ഇല്ലേ? വരി നിന്ന് കുഴങ്ങിയിട്ട് അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ എത്ര വല്യപ്പുള്ള കാലത്തെ ഒരു വിരൽ ഒപ്പിട്ടാൽ മതി. ഇത് ആധാർ കിട്ടാൻ 10 വിരൽ ഒപ്പിട്ടു കൊടുത്തു അല്ലേ? എന്തേ നിങ്ങൾ മറന്നപ്പോൾ അതൊക്കെ 10 വിരൽ ഒപ്പിട്ട് കൊടുത്ത് നമ്മളവിടുന്ന് മേമാരിയൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പോകുന്നില്ല. അവിടെ ഇങ്ങനെ കസാരിയിൽ ഇരുന്ന് കുഴങ്ങിങ്ങാണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങളെന്തേ പോണില്ലേന്ന്. അല്ല കുട്ടി, കഴിഞ്ഞ് കാലിൻ്റെ വിരൽ ഒപ്പിടണമെങ്കിൽ ഇപ്പം തന്നെ പറയാം, എനിക്ക് ഇനി പോയി വരാനാവില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇപ്പം ഇത് കിട്ടിയത്. അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ഇപ്പം നമ്മളെ പ്രധാനമന്ത്രിക്ക് ഇതൊന്നും രേഖയല്ല എന്നാണ്. ഇയാൾക്ക് നട്ടപ്പാതിരാക്ക് ഓരോന്ന് തോന്നല. ഞാൻ നാളെ ഒരു ദിവസം കുറച്ച് നേരത്തെ പെരയിൽ പോകാൻ സമയം കിട്ടി. അപ്പോൾ പിന്നെ ഏതായാലും നേരത്തെ പോകുകയല്ലേ, കുട്ടികളൊക്കെ ഉറങ്ങണതിൻ്റെ മുമ്പ് എന്ന് വിചാരിച്ച് പോകുമ്പോൾ 2 കിലോ മുന്തിരി വാങ്ങി. ഈ കുറയണ്ടെന്ന് വിചാരിച്ചങ്ങാണ്ട് എന്നാൽ ഞാൻ ഒരാഴ്ചക്ക് പെരയിൽ ഉണ്ടായിക്കോളൂ മുന്തിരി വെക്കാന്ന് വിചാരിച്ചിട്ട് 2 കിലോ മുന്തിരി വാങ്ങി ഞാൻ പെരയിൽ കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ കുട്ടികളും പേരക്കുട്ടികളും 3-4 ആളുണ്ട്. ഓരോ മുന്തിരിൻ്റെ പൊതി കെട്ട് കഴിച്ചാലും വെള്ളത്തിൽ കിടലും ഇതൊന്നും വരുമ്പലും എല്ലാം കൂടി ആയിട്ട് ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോൾ അതിന് മുന്തിരിയൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളിത് കിട്ടാത്ത മഴ വല്ല ആക്രാന്തം കാണിച്ചാണ്ട് എന്തായാലും തിന്നരാതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം അത് എപ്പോഴാണ് നിരോധിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് വേഗം തിന്നതാണ്. കുട്ടികൾക്ക് വരെ അറിയാം നമ്മളെ പ്രധാനമന്ത്രി ഇങ്ങനത്തെ ഒരു മുതലാണ്. എന്ത് ചെയ്യാനാണ്? നല്ലോണം ഹദ്ദാദ് ചൊല്ലി ദ്വാർന്നോളെ ഈ മുസീബത്ത് നീങ്ങി കിട്ടാൻ. വേറെ നമ്മളെ കയ്യിലും വരുന്നില്ല. അതാണ് നേരത്തെ തന്നെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മളെ കയ്യിൽ ദിക്ർ തന്നത്. യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറല്ലാലിമീൻ. നല്ലോണം ചൊല്ലിക്കോളി, ആണും പെണ്ണും ഒക്കെ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. പക്ഷെ മുത്തുനബിനെ എപ്പോൾ വേണമെങ്കിലും മനാബിലും യക്കളത്തിലും കാണാൻ പറ്റുന്ന ആളാണ്. ഖുർആൻ ഹദീസുകളിൽ നിന്ന് 24 കാരറ്റ് തങ്കമായ ദിക്റാണ് മൂപ്പർ ക്രോഡീകരിച്ച ഹദ്ദാദ്. ആ ഹദ്ദാദ് ദിക്റിൽ കൊടുത്ത കണ്ണങ്ങൾ യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറല്ലാലിമീൻ. ഏത് കാലത്ത് ഏതൊക്കെ നിലക്കുള്ള ദുൽമും ലാലിമീങ്ങളും, അത് ഭരണകൂടത്തുനിന്നായാലും അല്ലാത്തോടത്തുനിന്നാലും എവിടുന്ന് ഉൽമ് വന്നോ ആ ഉൽമിന് പരിഹാരം ഹദ്ദാദ് തങ്ങളെ ദിക്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പുറത്ത് കണ്ടങ്ങൾ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. പടച്ചവനെ, മുസ്ലിമീങ്ങൾക്കുള്ള മുസീബത്തുകൾ അത് തട്ടി നീക്കാനുള്ള ദുആ കണ്ടോ? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഹദ്ദാദ് റാത്തീബ് ഓരോ ദിക്റും വിലപ്പെട്ടതാണ്. ഓരോ ദിക്റും വിലപ്പെട്ടതാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് വാപ്പാനോട് മകൻ ചോദിച്ചു, ഉപ്പാ, നിങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ എല്ലാം 3 പ്രാവശ്യമാണല്ലോ ചൊല്ലേണ്ടത്. അതെ, എന്നാ പിന്നെ അവസാനത്തെ ദിക്റുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. അത് മാത്രം എന്തേ ഉപ്പ 4 പ്രാവശ്യമായത് എന്ന് മകൻ ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, മോനെ, ആ ഹദ്ദാദിൽ കൊടുത്തിരിക്കുന്ന ഓരോ ദിക്റും അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ എന്ന് പറഞ്ഞ ദിക്റുണ്ടല്ലോ, അത് ദോഷങ്ങളെ മായ്ച്ചു കളയാനുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റം സംഭവിച്ചാൽ ഇടഭാഗത്തെ മരക്ക് അപ്പൊ തന്നെ അത് എഴുതി വെക്കും. നമ്മുടെ നന്മകളും തിന്മകളും വലഭാഗത്തും ഇടഭാഗത്തും എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ഇടഭാഗത്തെ മലക്ക് എഴുതി വെക്കുന്നത്, ആ എഴുതി വെച്ചത് അപ്പോൾ തന്നെ മായ്ച്ചു കളയാൻ ശക്തിയുള്ള ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. ഈ ഇടഭാഗത്ത് റെക്കോർഡാക്കപ്പെട്ടിരിക്കുന്ന ദോഷങ്ങളെ മായ്ച്ചു കളയാൻ ആ ദിക്റിന് ശക്തിയുണ്ട് മോനെ. എന്നാ ഉപ്പ എന്തിനെ 4 പ്രാവശ്യമാക്കിയത്? അപ്പൊ ഉപ്പ പറഞ്ഞു, മോനെ, ഒരു മനുഷ്യന് 4 അവസ്ഥയാണ്. ഒരു പക്ഷേ അവൻ രാത്രിയിലാകും,
അല്ലെങ്കിൽ പകലിലാകും, അല്ലെങ്കിൽ രഹസ്യമായിട്ടാകും, അല്ലെങ്കിൽ പരസ്യമായിട്ടാകും. മനുഷ്യൻ ഈ 4 അവസ്ഥയല്ലേ ഉള്ളൂ. രാത്രിയിൽ, പകലിൽ, രഹസ്യത്തിൽ, പരസ്യത്തിൽ. 4 അവസ്ഥയാണ് ഒരു മനുഷ്യനുള്ളത്. ഈ 4 അവസ്ഥയിൽ അവന്റെ ഏത് അവയവങ്ങളും തെറ്റ് ചെയ്യാം. കണ്ണ് തെറ്റ് ചെയ്യാം, ഖൽബ് തെറ്റ് ചെയ്യാം, കാത് തെറ്റ് ചെയ്യാം, നാവ് തെറ്റ് ചെയ്യാം, കൈകൾ തെറ്റ് ചെയ്യാം. ഏത് അവയവങ്ങളെ കൊണ്ടും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ മകനോട് പറയാണ്, മോനെ, അതാത് ദിവസം സംഭവിച്ചിരിക്കുന്ന പാപങ്ങൾ അതാത് ദിവസം തന്നെ കഴുകിക്കളയണം. നമ്മളൊരു സ്ഥലത്ത് വിരുന്നു പോയി. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഒരു തുള്ളി കറി നമ്മളെ പർദ്ദയിലായി, അല്ലെങ്കിൽ ഒരു തുള്ളി കറി കുപ്പായത്തിലായി, അല്ലെങ്കിൽ ഒരു തുള്ളി കറി നമ്മളെ കന്തൂറിയിരിക്കും. പക്ഷേ അപ്പൊ തന്നെ നമ്മൾ എന്താക്കും? അത് അവിടെ നിന്നാണ് കഴുകിക്കളയും, അല്ലേ? അതെന്താ? അത് അപ്പൊ തന്നെയാണ് കഴുകിക്കളഞ്ഞ ആ കറിയാണ് പോയിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടല്ലോ, അത് അപ്പോൾ കഴുകിക്കളയണം. അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നത്, ഒരു ദിവസം രാത്രിയിലോ പകലിലോ രഹസ്യത്തിലോ പരസ്യത്തിലോ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ അതാത് ദിവസം തന്നെ കഴുകിക്കളയാൻ ഓരോന്ന് ചൊല്ലുമ്പോൾ നിയ്യത്ത് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അയാളെ നിയ്യത്ത് എന്താണ്? പടച്ചോനെ, രഹസ്യമായി സംഭവിച്ചത് മായ്ച്ചു കളയണേ. രണ്ടാമത്തെ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പരസ്യമായി സംഭവിച്ചത് മായ്ച്ചു കളയണേ. മൂന്നാമത്തെ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ സംഭവിച്ച തെറ്റുകൾ മായ്ച്ചു കളയണേ. നാലാമത്തെ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി സംഭവിച്ചത് മായ്ച്ചു കളയണേ. രാത്രിയിലും പകലിലും രഹസ്യത്തിലും പരസ്യത്തിലും അതാത് ദിവസങ്ങൾ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ അന്ന് തന്നെ കഴുകിക്കളയാൻ 4 പ്രാവശ്യം ആ ദിക്ർ മതിയായതാണ്. വഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, 70 പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർത്തു നോക്കൂ സഹോദരിമാരെ, ഒരു ദോഷവും ചെയ്യാത്ത ത്വാഹ ബഷീർ ചെയ്യുന്നതാണ് തൗബ ദിവസം 100. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്ന റഹ്മത്ത് അള്ളാന്റെ ഖജനാവിലുണ്ട്. അള്ളാഹ് നമുക്ക് തരാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്ന ബറക്കത്ത് അള്ളാന്റെ ഖജനാവിലുണ്ട്. അള്ളാഹ് നമുക്ക് തരാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്ന നിഅമത്ത് അള്ളാന്റെ ഖജനാവിലുണ്ട്. ആഫിയത്ത് അള്ളാന്റെ ഖജനാവിലുണ്ട്. നമുക്കത് തരണോ? ഖജനാവ് തുറക്കണം. ഖജനാവ് തുറക്കണം. തുറക്കണമെങ്കിൽ എന്ത് വേണം? ചാവി വേണം. ഏതാണ് ചാവി? റഹ്മത്തിന്റെ ഖജനാവ് തുറക്കാനുള്ള ചാവി, ബറക്കത്തിന്റെ ഖജനാവ് തുറക്കാനുള്ള ചാവി. പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിനോട് ദുആ ചെയ്യലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, എൻ്റെ ഉമ്മപങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചരിത്രത്തിൽ മഹത്വവും ബഹുമാനവും ആദരവും ചരിത്രം ബഹുമാനിച്ചുകൊണ്ട് പഠിപ്പിച്ച പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹ്, റളിയല്ലാഹ്, ഖദ്ദസല്ലാഹ് ആരെ സംബന്ധിച്ച് നാം പറയുന്നുവോ അവരൊക്കെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു അല്ലാഹ് എന്ന ദിക്റിലായി അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാപ്പ സ്വഹാബിയാണ്, വല്ലിപ്പ സ്വഹാബിയാണ്, ആങ്ങള സ്വഹാബിയാണ്, ജ്യേഷ്ഠത്തി സ്വഹാബിയത്താണ്, ഉമ്മ സ്വഹാബിയത്താണ്. അവരൊക്കെ സ്വർഗാവകാശികളാണ്. അങ്ങനെയുള്ള ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് റസൂലുള്ളാഹ്. എന്നിട്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ